ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്ന നല്ലൊരു അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ ദിവസവും ദൈവമാണല്ലോ നമ്മളെ ഈ കൂട്ടായ്മയിലേക്ക് അടുപ്പിക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം അനേക മക്കള് ഈ യൂട്യൂബിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് അനേകര് പറയുന്ന ഒരു കാര്യം ഇതാണ്: ബ്രദറെ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ തിരുവചന ശുശ്രൂഷ ഒരു അഭിഷേകമായിരുന്നു. ഈശോയുടെ കൂടെ കൂടി കലരുവാൻ അത് ഞങ്ങൾക്ക് കാരണമായി തീർന്നു. ഒത്തിരി പേരുടെ നല്ല സാക്ഷ്യങ്ങൾ, നല്ല ബോധ്യങ്ങൾ, നല്ല അനുഭവങ്ങൾക്കായി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. എന്റെ പ്രിയമുള്ളവരെ, ഈ അടുത്ത ദിവസം വരെ കർത്താവിൽ എന്റെ ആത്മാവിൽ ആനന്ദിക്കുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഇപ്പോഴും കർത്താവിന്റെ ആത്മാവിൽ ആനന്ദിക്കുക. ഓരോ സർവീസ് കഴിയുമ്പോഴും, നിങ്ങളുടെ കൂടെയുള്ള ഈ സർവീസ് കഴിയുമ്പോഴെല്ലാം ഞാൻ കർത്താവിൽ ഒത്തിരിയേറെ സന്തോഷിക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിവസം ഇന്ന് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, വൈകുന്നേരമാണ് കുർബാനയിൽ പങ്കെടുക്കാൻ പോയത്. പങ്കെടുക്കുന്ന സമയത്ത് കർത്താവ് തന്റെ കാൽവരി കുരിശിനെ, അതിലൂടെ മാനവകുലത്തിന് ഈശോ നേടിത്തന്ന അതിശ്രേഷ്ഠമായ ആ മനോഹരമായ ദൈവജനത്തോടുള്ള ഈശോയുടെ സ്നേഹം എന്നെ ഇങ്ങനെ കാണിച്ച് പ്രകടിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, സംഖ്യാപുസ്തകം 24 അധ്യായം അതിന്റെ 17 തിരുവചനം ആരെങ്കിലും ഒന്ന് വായിച്ച്, സംഖ്യാപുസ്തകം. ഡോക്ടർ ഡയാന ലൈനിലുണ്ടെങ്കിൽ ഒന്ന് വേഗത്തിൽ വന്ന് വായിച്ച് സഹായിച്ച്. സംഖ്യാപുസ്തകം 24 അധ്യായം അതിന്റെ 17 തിരുവചനം. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വേഗത്തിൽ വായിച്ച്, ഇല്ലെങ്കിൽ ഞാൻ വായിച്ചു തരാം. ആരെങ്കിലും ഉണ്ടോ? സംഖ്യാപുസ്തകം, പുറപ്പാട്, ലേവ്യ, സംഖ്യ, പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം 24 അധ്യായം 17 തിരുവചനം. പിയോസി ബൈബിൾ ഉള്ളവർ വായിക്കണം. ഓക്കെ, വായിച്ചേ. മലയാളം പിയോസി ബൈബിൾ ഉള്ളവർ വായിക്കും. വായിച്ചേ. ആരെങ്കിലും വായിച്ചേ? നമ്മുടെ സമയം മുന്നോട്ട് പോകും. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. യേശുവിനെ പ്രവാചകൻ, ബാലാം പ്രവാചകൻ യേശുവിനെ ഇസ്രായേലിനെ ശപിക്കാനായി ബാലാക്ക് രാജാവ് വിളിച്ച് പോയ പ്രവാചകനായ ബാലാം താൻ വലിയൊരു മഹത്വം കാണുകയാണ്. ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി പ്രവചനാത്മാവിൽ ദൈവാലോചനയുടെ മുൻപിൽ തന്റെ ആത്മാവിൽ താൻ ലയിച്ച് ദൈവത്തിന് മുമ്പിൽ ആ വിശ്വസ്ത ശുശ്രൂഷ നിറവേറ്റുന്ന സമയത്ത് തനിക്ക് ഈ മുൻപിൽ നിൽക്കുന്ന ശുശ്രൂഷയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാഴ്ച തന്റെ ആത്മാവിൽ താൻ കണ്ട്, ആ കണ്ട കാര്യം താൻ തന്റെ ആത്മാവിൽ പ്രവചനാത്മാവിൽ ആ പ്രവചന ദൂത് കൈമാറുന്നതാണ് ഈ സന്ദർഭം. അവിടെ എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? ഞാൻ അവനെ കാണുന്നു. ഈ ബാലാം പ്രവാചകൻ കാണുകയാണ് യേശുവിനെ, ഒരുവനെ കാണുകയാണ്. ഞാൻ അവനെ കാണുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, യേശു അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. യേശു ജനിക്കുന്നതിന് മുമ്പേ പല പ്രവാചകന്മാരും അവരുടെ പ്രാർത്ഥനാ വേളയിൽ, അവരുടെ ശുശ്രൂഷയുടെ മേഖലകളിൽ, അവർ ദൈവത്തിന്റെ ആത്മാവിനോടുകൂടെ സഞ്ചരിക്കുന്ന നാളിൽ അവർക്ക് പരിചയപ്പെടുവാൻ തുടങ്ങി. ഈ രക്ഷകനായ ക്രിസ്തുവിനെ അവർ പരിചയപ്പെടുകയാണ് ആത്മാവിൽ. അത് ആള് പറയാണ്, ഞാൻ അവനെ കാണുന്നു. അത് എന്താണ് പറഞ്ഞത്? ഇപ്പോഴല്ല. ആ കാണുന്ന വ്യക്തി ഈ അടുത്തെങ്ങും ഭൂമിയിൽ വെളിപ്പെടാനുള്ളവനല്ല. തന്റെ കാലശേഷം എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്, ഏകദേശം 14,000 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഈശോ ഈ ഭൂമിയിൽ ജന്മമെടുത്തത്, പിതാവിനാൽ അയക്കപ്പെട്ടത്. ഹല്ലേലൂയ. അവൻ പ്രവാചകൻ പറയാണ്, ഞാൻ അവനെ കാണുന്നു. തുടർന്ന് വായിച്ച്. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. ഞാൻ അവനെ ദർശിക്കുന്നു. കാണുന്നതും ദർശിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാണുന്നത് വെറും കാഴ്ച മാത്രമാണ്. ദർശിക്കുമ്പോൾ അതിന്റെ ഔട്ട്ലൈൻ മനസ്സിലാവും. അതാണ് പ്രവചനാത്മാവിന്റെ, നമ്മൾ ഈ സെക്ഷൻ ആരംഭിച്ച് തന്നെ
പ്രവചനങ്ങളെക്കുറിച്ചും പ്രവാചകരെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ച് പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം അത് പരമാവധി നമ്മൾ സമയപരിമിതികൾക്കുള്ളിൽ അത് ചെയ്യുവാൻ പങ്കുവെക്കുവാനൊക്കെ പരിശുദ്ധാത്മ നമുക്ക് അനുവദിച്ചു. ഇനിയും നമുക്ക് ഉള്ള ഈ നാളുകളിൽ ഇതുപോലുള്ള സ്പെഷ്യൽ കോൺഫറൻസുകളിൽ നമുക്ക് ഈ സെക്ഷൻ വീണ്ടും ആവർത്തിക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നാളെ രാത്രിയിലെ ശുശ്രൂഷയോടുകൂടി നാളത്തെ രാത്രിയിലെ ശുശ്രൂഷയോടുകൂടി ഈ 50 ദിവസത്തെ പ്രോഗ്രാം ഈ പ്രൊഫറ്റിക് ഏരിയ ഈ സെക്ഷൻ നമ്മൾ സമാപിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇങ്ങനെ പ്രേരണ തന്നിരിക്കുകയാണ്. നാളെ കൊണ്ട് അവസാനിക്കും. തുടർന്ന് നമ്മൾ അടുത്ത നാളിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആ നാളിൽ കൂടുതൽ പ്രവചനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ഇതിൽ നമുക്ക് പരിശുദ്ധാത്മാവ് തരാൻ ആഗ്രഹിക്കുന്ന അടുത്ത സെക്ഷനുകളിൽ അടുത്ത ഒരു പ്രോഗ്രാമിൽ അത് നമുക്ക് കൈമാറി തരും. ഇദ്ദേഹം കാണുകയാണ്, അദ്ദേഹം കാണുന്നു ഒരു സംഭവം, ദർശിക്കുന്നു. ഈ ദർശിക്കുന്ന സമയത്ത് അതിന്റെ ഫുൾ പിക്ചർ, ഇപ്പൊ അതിന്റെ ഔട്ട്ലൈൻ, അത് എവിടെയാണ്, അത് എങ്ങനെയാണ്, അത് എപ്പോഴാണ്, അത് എന്താണ് എന്ന കാര്യം കൃത്യമായി താൻ മനസ്സിലാക്കുകയാണ്. അതാണ് ഞാൻ അവനെ കാണുന്നു. ഇത് പിന്നെ പറയാണ് ഞാൻ അവനെ ദർശിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഒന്നര വായിച്ചേ. ഞാൻ അവനെ കാണുന്നു, ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല, ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അത് അടുത്തല്ല. കാലസമ്പൂർണതയിൽ അദ്ദേഹത്തിന്റെ ആത്മാവിൽ വെളിപ്പെടുന്നില്ല. കാരണം കർത്താവിന്റെ ചില പദ്ധതികളുടെ ഒരു ഭാഗം കർത്താവ് മൂടി വെച്ച്, ഒരു ഏരിയ മൂടി വെച്ച് ബാക്കി ഒരു 80% ഏരിയ തുറന്നു കൊടുക്കുന്ന പ്രവചന ദൂതുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 20% ആ പാക്കേജ് ഓപ്പൺ ചെയ്യുന്ന ദൗത്യം ഈ പ്രവാചകന് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ഇനി വരാൻ പോകുന്ന പ്രവാചകന്മാർക്കായിരിക്കും അതിന്റെ 5% തുറന്നു കൊടുക്കുക, 10% തുറന്നു കൊടുക്കുക, 20% തുറന്നു കൊടുക്കുക. ഇങ്ങനെ പലരാലാണ് ദൈവം തന്റെ പ്ലാനും പദ്ധതികളും എല്ലാ കാലത്തും ഈ ഭൂമിയിൽ തുറക്കുന്നതും നടപ്പിലാക്കുന്നതും. ഒരുവനെ കൊണ്ട് മാത്രം ദൈവരാജ്യം വിസ്തൃതമാക്കുന്നില്ല, ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമാക്കുന്നില്ല. കാലത്തിന്റെ പൂർണ്ണതയിൽ ഓരോരുത്തരിലൂടെയാണ്. നിങ്ങൾ നോക്കിക്കേ, ഈശോ ഈ ഭൂമിയിൽ വന്ന് ദൈവരാജ്യം ഭൂമി സ്ഥാപിതമാക്കാൻ ശ്രമം നടത്തി. എന്നാൽ ഈശോയിലൂടെ അത് പൂർത്തിയായില്ല. പരിശുദ്ധാത്മാവിനെ ഈ ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് വഴി ഇത് അപ്പോസ്തലന്മാരിലൂടെ ഈ ശുശ്രൂഷ വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കാലം എത്രയും ഈ ദൈവരാജ്യ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാലസമ്പൂർണതയിൽ ബലഹീനനായ എന്നെയും നിങ്ങളിൽ ഓരോരുത്തരെയും ദൈവം തന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ പല പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് തന്റെ പദ്ധതിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പലരെയും താൻ നിയോഗിക്കുന്നു. അതിലൊരാളുടെ കയ്യിൽ കൂടുതൽ പങ്ക് കൊടുത്തെന്ന് വരാം, ചിലരുടെ കയ്യിൽ കുറച്ച് മാത്രം കൊടുത്തെന്ന് വരാം. ഇതെല്ലാം ദൈവത്തിന്റെ സിസ്റ്റങ്ങളിലുള്ള ദൈവത്തിന്റെ പദ്ധതികളുടെ ഭാഗമാണ്, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. നമുക്കാർക്കും ചോദ്യം ചെയ്യുവാനോ അതിനെ എതിരെ സംസാരിക്കുവാനോ നമുക്ക് സാധ്യമല്ല. ആര് ദൈവത്തിന്റെ പദ്ധതികളോട് സഹകരിക്കുന്നോ അവരുടെ കൂടെ, അവരുടെ മേൽ, അവരിലൂടെ തന്റെ സ്വർഗീയ പ്രവൃത്തി ഈ ഭൂമിയിൽ ദൈവം എല്ലാ കാലത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ കർത്താവിന്റെ ഒരു മഹനീയത അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠത. ഹല്ലേലൂയ. വായിച്ച്, ഞാൻ അവനെ കാണുന്നു, അത് ഇപ്പോഴല്ല, ഞാൻ അവനെ ദർശിക്കുന്നു, അടുത്തൊന്നുമല്ല. അടുത്ത് വായിച്ച്, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേക്കട്ടെ, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഹല്ലേലൂയ. യേശുവാകുന്ന സൂര്യൻ ഉദിക്കാനിരിക്കുകയാണ്. ആ സൂര്യൻ കാലസമ്പൂർണതയിൽ പരിശുദ്ധ അമ്മയിലൂടെ ഈ ഭൂമിയിൽ ഉദിക്കുവാനിടയായി. എന്റെ പ്രിയമുള്ളവരെ, ഈശോയുടെ മുഴുവൻ കാര്യങ്ങളും ഈ സൂര്യന്റെ പ്രകാശത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
സൂര്യന്റെ പ്രകാശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുളിനെ നീക്കിക്കളയുന്ന, അതാണ് പ്രഭാത സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ രാത്രിയിലെ യാമം പോലെ, രാത്രിയുടെ സാധ്യത പോലെ, യാത്രയുടെ അവസ്ഥ പോലെ അല്ലല്ലോ ഭൂമിയുടെ ഒരു സാധ്യത പോലും ഒരു ടോട്ടലി ചേഞ്ച് ആവുകയാണല്ലോ ആ പ്രകാശം ഉദിച്ചപ്പോൾ. അതുപോലെ തന്നെയാണ് ഈ യെശയ്യാ 10ന്റെ 9 അതിന്റെ യെശയ്യാ 10ന്റെ 17 എനിക്ക് തോന്നുന്നു. അവിടെ ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അതൊരു ജ്വാലയായും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ. നിങ്ങൾ ആ വചനം ഒന്ന് വായിച്ചു നോക്കിയേ. യെശയ്യാ 10:17. യെശയ്യാ 10:17. ഹല്ലേലൂയ. ആ ഉദയ നക്ഷത്രമായ യാക്കോബിന്റെ ആ തലമുറയിൽ ഒരു ഉദയ നക്ഷത്രമായ ഈശോയുടെ ആ പ്രകാശം, ഹല്ലേലൂയ, ആ അഗ്നി അതല്ലേ എന്താ പറയാ, ഈ യെശയ്യാ പ്രവാചകനിലൂടെ തന്നെ പറയുന്നുണ്ട്, ആ ഇരുട്ടിൽ കിടന്നവർക്ക് ഒരു പ്രകാശം കണ്ടു എന്നൊക്കെ പറയുന്ന പ്രവാചകന് ഭയങ്കരമായ, യെശയ്യാ പ്രവാചകനാണ് തുടർന്ന് ഈശോയെ കുറിച്ച് കൂടുതലായി വെളിപ്പെടുക. ദാവീദിനൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട്, പല പ്രവാചകന്മാർക്കും വെളിപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രവാചകന്മാർക്ക് ആ കർത്താവിന്റെ ആത്മാവിൽ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ ആ 11 വായിച്ച്, യെശയ്യാ 10:17 ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ച്. പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട്. ശ്രദ്ധിച്ച് നിർത്തി വായിച്ച്. ഇസ്രായേലിന്റെ പ്രകാശം എന്താണ്? അഗ്നിയായി. അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായി. എന്റെ പ്രിയമുള്ളവരെ, ഈ അഗ്നിയുടെ പ്രത്യേകത, അഗ്നി ചിലതിനെ കത്തിച്ചു കളയും. പ്രകാശം മാത്രം തരുന്നതല്ല, പ്രകാശം അഗ്നിയിലുണ്ട്. അഗ്നിയുടെ പല പ്രത്യേകതകളിൽ എടുത്തു പറയാൻ പറ്റുന്ന 2 പ്രത്യേകത: ഒന്ന്, അഗ്നിക്ക് പ്രകാശമുണ്ട്; 2, അഗ്നി കത്തിക്കും. പ്രകാശം തരുന്നതോടൊപ്പം തന്നെ കത്തിക്കും. ആ നാമം പേറിയാൽ നമ്മുടെ മേൽ, ഏത് പാപിയുടെ മേലോ ഈ നാമം വന്ന് വീണോ, ആ നാമം വീണാൽ, യേശു എന്ന ആ പദം അല്ലെങ്കിൽ ആ നാമം ആരുടെ മേൽ വന്ന് വീഴുന്നോ അത് കത്തുവാൻ തുടങ്ങും. അതിൻ്റെ ഉള്ളിലെ എല്ലാ ആസക്തികളെയും ആ നാമം കത്തിക്കും. ആ യേശു എന്ന നാമം കത്തിക്കും. ഹല്ലേലൂയ. എവിടെയൊക്കെ അശുദ്ധ ഈ ഭൂമിയിലെ ഭൗതിക ജീവിതത്തിൽ അശുദ്ധിയുണ്ടോ, ഇരുട്ടുണ്ടോ, അതിനെല്ലാം പ്രകാശിപ്പിക്കും. അശുദ്ധിയുണ്ടോ, അതിനെല്ലാം കത്തിക്കും. ഇരുട്ടുണ്ടോ, അതിനെ പ്രകാശിപ്പിക്കും. ഒരുപോലെ കത്തിക്കുകയും ഒരുപോലെ പ്രകാശിപ്പിക്കുകയും ആ നാമം ഉരുവിടാൻ തുടങ്ങിയാൽ അത് സംഭവിക്കും, അത് സാധ്യമാകും. നമ്മളെ ഡിവൈൻ ധ്യാനാനന്തരത്തിന്റെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ട നായിക്കപ്പറമ്പിലച്ഛനും ബഹുമാനപ്പെട്ട പനക്കലച്ഛനും ഈ വാക്ക് തന്നെയാണ് ഏറ്റവും അധികം ഉരുവിട്ടിട്ടുള്ളത്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ് ആഗോളമായി പറഞ്ഞാൽ, ലോകവ്യാപകമായി പറഞ്ഞാൽ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടാൻ യേശു ക്രിസ്തു എന്ന ഏകനാമം യേശുവാണ്, യേശുനാമം ഏകനാമം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ആ നാമത്തെ ഉയർത്തുന്ന, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ ധ്യാനമന്ദിരത്തിന്റെ ആദ്യ നാളുകളിലെല്ലാം ഒന്നാമത്തെ ക്ലാസ് യേശു ഏക ദൈവമാണ്, യേശു ഏക രക്ഷകനാണ്, യേശു ഏക കർത്താവാണെന്ന ക്ലാസ് ആയിരുന്നു ആദ്യത്തെ ക്ലാസ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഉണർവിന് കാരണമായ ആ ധ്യാന മന്ദിരത്തിലെ, നമ്മുടെ എല്ലാം ഒരു ആത്മീയ തറവാടായ ആ ധ്യാന മന്ദിരത്തിലെ ആദ്യത്തെ ക്ലാസ് യേശു ഏക രക്ഷകൻ. ഇന്ന് ആ ക്ലാസ്സുകളൊക്കെ വളരെ വിരളമാണ്. എല്ലാ ധ്യാന മന്ദിരങ്ങളും അതൊക്കെ സെക്ഷൻ മാറി. എന്നാൽ യേശുവിന്റെ നാമം എവിടെ പ്രഘോഷിക്കപ്പെടുന്നോ അവിടെ 2 പ്രവണതകൾ എല്ലാ കാലത്തും ഉണ്ടാകും. ഒന്ന്, ഇരുട്ട് മാറും. 2, അശുദ്ധികൾ എവിടെയാണോ ഒളിഞ്ഞിരിക്കുന്നത് കത്തുവാൻ തുടങ്ങും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത, ആ നാമത്തിന്റെ പ്രത്യേകത. ഇത് പറയുന്നവന്റെ യോഗ്യതയല്ല. അനേക ശുശ്രൂഷകർ ഇന്ന് ഈ നാമം പറയുമ്പോൾ അവന്റെ യോഗ്യത കൊണ്ടൊന്നുമല്ല ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. അവന്റെ യോഗ്യതയിലൂടെ, അവന്റെ അവകാശത്തിലൂടെയും നടക്കുന്നതുണ്ട്. അവൻ അയോഗ്യനാണെങ്കിൽ പോലും
സമൂഹത്തിൽ ഈ നാമം അവൻ പരിചയപ്പെടുത്തിയാൽ, ആ നാമം ഉദ്ഘോഷിക്കപ്പെടുവാൻ തുടങ്ങിയാൽ, ജനം യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് പറയുവാൻ തുടങ്ങിയാൽ, ആ നാമത്തിന്റെ മഹത്വത്തിന്റെ ശക്തിയാൽ ആ നാമം പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ കാലത്തും സംഭവിക്കും. ഹല്ലേലൂയ. ആ വചനം ഒന്നുകൂടെ വായിച്ച്. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അവന്റെ പരിശുദ്ധൻ ജ്വാലയായി, ഇങ്ങനെ ജ്വാലയായി മാറും. ആ ജ്വാലയാണ്, ആ തീനാവാണ്, ആ തീനാളമാണ്. ഈ ജ്വാല എന്ന് പറഞ്ഞ തീനാളമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, കത്തുന്ന തീയുടെ മുകളിൽ ഇങ്ങനെ തീ ഇങ്ങനെ പൊന്തി ജ്വാലയായി നിൽക്കുന്നത്. ആ ജ്വാലയാണ് തീയുടെ നാവാകുന്നതിന് തൊട്ടു മുമ്പ് അപ്പോസ്തലന്മാർ കൂടിയിരുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 1-ഉം 2-ഉം 3-ഉം തിരുവചനത്തിൽ കാണുന്ന ആ അഗ്നി, പരിശുദ്ധാത്മാവ് അഗ്നിയുടെ ജ്വാലയുടെ രൂപത്തിൽ ഇറങ്ങി വരുമ്പോൾ തുടർന്ന് വിത്തിൻ സെക്കൻഡിനുള്ളിൽ അതിനൊരു ചേഞ്ച് സംഭവിക്കുകയാണ്. ജ്വാലയ്ക്ക് ചേഞ്ച് സംഭവിക്കുക. ആ ജ്വാലയ്ക്ക് മറ്റൊരു രൂപം നൽകി. ആ ജ്വാല പറഞ്ഞു, ഞാൻ ജ്വാലയായാൽ ഇവരുടെ ശരീരം വെന്തുപോകും, ദഹിച്ചു പോകും, ആ തീ പിടിക്കും. അങ്ങനെ വരാതിരിക്കാൻ ആ ജ്വാലയ്ക്ക്, ആ ആ തീ ജ്വാലയ്ക്ക് മറ്റൊരു രൂപം നൽകി. മനുഷ്യ ശരീരത്തിലുള്ള ഒരു അവയവമായി ആ മനുഷ്യന്റെ ശരീരത്തോട് ചേരുവാൻ അത് കാരണമായി. ആദ്യമുണ്ടായിരുന്ന ആ ജ്വാലയുടെ രൂപത്തിന് പെട്ടെന്ന് ചേഞ്ച് വന്നു, മാറ്റം സംഭവിച്ചു. അതുപോലെ തന്നെയാണ് ഈശോ, തീയായ ഈശോ, അഗ്നിയായ ഈശോ. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്നും കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിന് കാത്തിരിക്കുമെന്ന് പറയുന്നതിനൊക്കെ മുമ്പ് ഈശോ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യം, അവൻ സ്വമേധയായി ഈ ഈശോ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ലോകത്തിന്റെ പ്രകാശത്തിന്റെ പേരാണ് സൂര്യൻ. ലോകത്തിന്റെ പ്രകാശത്തിന്റെ പേരാണ് സൂര്യൻ. ഈ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഈശോ പറയുന്നൊരു ഒരു കമന്റ് ഉണ്ട്, അവർ സ്വമേധയായി ഒന്നും സംസാരിക്കില്ല. സ്വമേധയാ ഒന്നും സംസാരിക്കില്ല. പ്രിയമുള്ളവരെ, ഈ ചന്ദ്രനെ കുറിച്ച് നമ്മുടെ ശാസ്ത്രം പറയുന്ന ഒരു സംഭവമുണ്ട്. ചന്ദ്രൻ സ്വയമായി പ്രകാശിക്കുന്നതല്ല, സൂര്യന്റെ പ്രകാശ നിമിത്തമാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. ഈ സെയിം വേ ആണ്, ഈ സെയിം വഴിയാണ്, ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് യേശുവിന്റെ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശത്താലാണ് പ്രശോഭിക്കുന്നത്. അതാണ് എൻ്റെ ഒരു മഹത്വം. ഈ യേശുവിന് സമയപൂർണതയിൽ, തീയായ യേശുവിന് സമയപൂർണതയിൽ പെട്ടെന്ന് രൂപം മാറി നാവായി. തുടർന്ന് ഇതാ നിങ്ങൾ നോക്കിക്കേ, ഈ യമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈ ജ്വാലയായ ഈശോ അപ്പമായതുപോലെ ഇതാ ജ്വാലയായ ഈശോ നാവാകുന്നു. ഇതാ ഈ പരിശുദ്ധാത്മാവായി ഈ ജ്വാല നാവായി, ഈ നാവ് പരിശുദ്ധാത്മാവായി അവരുടെ ഉള്ളിൽ പ്രവേശിക്കും. എല്ലാം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്, എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി വെളിപാട് 22-ാം അധ്യായത്തിൽ വരെയും നമ്മൾ കൃത്യമായ പരിശുദ്ധാത്മാവിലൂടെ വചനം പഠിക്കാൻ തുടങ്ങിയാൽ അവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്, പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഒരുപോലെ കേന്ദ്രീകൃതമായിരിക്കുന്നത്, ഒരു കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നത്, ഒരു എന്താ പറയാ, അതിൽ മുഴുവനിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ കർത്താവായ ഈശോ മാത്രമാണ്. യേശു മാത്രമാണ്, യേശു മാത്രമാണ്, യേശു മാത്രമാണ്. എല്ലാം യേശുവിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാം ചെന്നെത്തുന്നത് യേശുവിലാണ്, 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 യേശുവിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചത്, നിങ്ങളെ ആരാണ് ഈ ക്രിസ്തുവിൽ നിന്നും ശുദ്ധരം ചെയ്ത് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയതെന്ന് ആ ഗലാത്യ 3:3 പൗലോസ് അപ്പോസ്തലൻ വേദനയോട് ചോദിക്കുന്നില്ല. ആരാണ് നിങ്ങളെ ശുദ്ധരം ചെയ്ത് ഈ യേശുവിന്റെ, ഈ രക്ഷകനായ യേശുവിങ്കിൽ നിന്ന് നിങ്ങളെ പിടിച്ചെടുത്തത് ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു പൂരിതമായ ഒരു സന്ദർഭം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, വായിച്ച്, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അടുത്ത എന്താണ് പറഞ്ഞത് വചനം?
അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. നിങ്ങൾ ശ്രദ്ധിച്ച്, അത് ജ്വലിച്ച്. ആദ്യം യേശുവിനെയാണ് പരിചയപ്പെടുത്തുന്നത്, പിന്നെ അത് എന്ന് പറയാണ്. ഏതാണ് ഈ അത്? അതാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ആ പവിത്രാത്മാവിനെയാണ് അത് ഒറ്റ ദിവസം കൊണ്ട് ജ്വലിച്ച്. പിന്നെ പറയുന്നത് കേട്ടണം, അവന്റെ, എങ്ങനെയല്ല പറയുന്നത്, അവന്റെ മുള്ളുകളും. ആരാണ് അവൻ? അവന്റെ മുൾച്ചെടികളും അവന്റെ കളകളെല്ലാം കത്തിച്ചു കളയും. ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ സാത്താന്റെ സകല മുള്ളുകളും, സാത്താൻ തന്ത്രം മെനയുന്ന സകല മുൾച്ചെടികളും കത്തിച്ചു കളയും. കണ്ടോ? ക്രിസ്തുവിൽ തുടങ്ങി പരിശുദ്ധാത്മാവിൽ പൂർത്തിയാക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ സാത്താന്യ ലോകം ഇന്നും നമ്മുടെ ഇടയിൽ മുള്ളുകൾ വിതയ്ക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനോട് ഇന്ന് ഈ സെക്ഷന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാന് നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയിൽ വെച്ച് വിശുദ്ധ കുർബാനയിൽ കർത്താവിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇന്ന് എന്റെ കാൽവറി യാഗത്തിന്റെ യോഗ്യതയിൽ തുടങ്ങി ജനത്തിന്റെ കെട്ടുകൾ അഴിക്കണം. അവരുടെ മേൽ ദുഷ്ടൻ കെട്ടിയ മുള്ളുകളും മുൾച്ചെടികളും അഴിച്ചു പറിച്ച് ദൂരക്കളയണം. ചില ചെടി, സാത്താന്റെ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവന്റെ മുൾച്ചെടിയുടെ പ്രത്യേകത, അത് വളർന്ന് അതിൽ നിന്നും കായുണ്ടായി വീണ്ടും മുൾച്ചെടി അധികമായി പെരുകി അധികമായി ആ വ്യക്തിയുടെ ഉള്ളിൽ വളരുവാൻ തുടങ്ങും. അങ്ങനെ മുള്ളവനെ ഞെരുക്കി ഞെരുക്കി അവൻ എത്ര കൊന്ത ചൊല്ലിയാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഉപവസിച്ചാലും, എത്ര ബൈബിൾ, എത്ര ധ്യാനത്തിൽ പോയാലും 5 ദിവസം 10 ദിവസം പിടിച്ചു നിൽക്കും. കാര്യം അവന്റെ മുൾച്ചെടി അവനെ ഞെരുക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈശോ ഈ വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പോയതിന്റെ ഒരു ഉപമ പറഞ്ഞപ്പോൾ, ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, അത് വളർന്നു വന്നു, എങ്കിലും മുള്ളുകൾ അതിന് ഞെരുക്കി. സാത്താൻ ഇന്ന് രോഗത്തിന്റെ മുള്ള്, പ്രശ്നങ്ങളുടെ മുള്ള്, സ്നേഹമില്ലായ്മയുടെ മുള്ള്, കലഹത്തിന്റെ മുള്ള്, മദ്യത്തിന്റെ മുള്ള്, വ്യഭിചാരത്തിന്റെ മുള്ള്, നുണയുടെ മുള്ള്, ഐക്യമില്ലാത്തതിന്റെ അങ്ങനെയുള്ള മുള്ളുകള്, ആത്മീയർ തമ്മിൽ പരസ്പര കോമ്പറ്റീഷൻ ഉണ്ടാക്കുക, അംഗീകരിക്കാതിരിക്കുക, ഇങ്ങനെ പല മുള്ളുകൾ കൊണ്ട് അവന്റെ പ്രവൃത്തി ആത്മീയ ഗോളത്തിൽ സഭയ്ക്കകത്തും സഭയ്ക്ക് വെളിയിലും വിശ്വാസികളുടെ ഇടയിലും അവിശ്വാസികളുടെ ഇടയിലെല്ലാം അവന്റെ മുള്ളുകൾ കൊണ്ട്. ഒരു സ്ഥലത്ത് പരസ്യ സുവിശേഷം പറഞ്ഞാൽ, ഒരു സുവിശേഷ പ്രഘോഷണം നടത്തിയാൽ, ഒരു പരസ്യ ശുശ്രൂഷ നടത്തിയാൽ, ആ ശുശ്രൂഷയെ സാത്താൻ ഞെരുക്കിക്കളയാൻ വേണ്ടി മനുഷ്യരാൽ സ്വാധീനിച്ച് അതിന്റെ മേൽ നിയമം കൊണ്ടുവന്ന് അവിടെ പ്രശ്നമുണ്ടാക്കുക. ഇങ്ങനെ വിശ്വാസികളുടെ ഇടയിൽ, ശുശ്രൂഷകരുടെ ഇടയിൽ പരസ്പരം മാത്സര്യം കൊണ്ടുവരിക. ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും അവന്റെ മുള്ള് അവൻ അങ്ങനെ സ്ട്രോങ് ആയി ഇങ്ങനെ ബലം പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സർവീസ് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഈശോയുടെ യാഗത്തിന്റെ യോഗ്യത ഇതിന്റെ പിന്നിൽ ബലത്തോടെ നമ്മളെ വിടുവിക്കുവാൻ, ഹല്ലേലൂയ, നമ്മളെ പൂർണ്ണരാക്കുവാൻ, പൂർത്തിയാക്കുവാൻ, നമ്മളിലുള്ള ദൈവ ഇഷ്ടം പൂർത്തിയാക്കുവാൻ. ഇനി സാത്താന് ഇടമില്ല, സമയമില്ല. ദൈവം അതിന് സമയം, ആ സാത്താൻ അനുവദിച്ച സമയം ഫിനിഷായി. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ചുറ്റുമുള്ള, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന് ചുറ്റുമുള്ള, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് ചുറ്റുമുള്ള, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ചുറ്റുമുള്ള എല്ലാ തിന്മയുടെ മുള്ളുകളെയും കർത്താവിന് തന്റെ പരിശുദ്ധാത്മാഗ്നിയാൽ ഇന്ന് കത്തിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്ന ആ മഹത്തരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അവഗണിക്കരുത്. ആ വിശുദ്ധ ജീവിതം, നമ്മുടെ ഈ വിശുദ്ധ ജീവിതം ആ പരിശുദ്ധന്റെ തിരുരക്തത്തിന്റെ വിലയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ
നമ്മളെല്ലാവരും വേഗത്തിൽ ശ്രദ്ധയോടെ, ബൈബിളുള്ള എല്ലാവരും അത് ബൈബിൾ എടുക്കണം. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകമായി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും ബൈബിൾ കയ്യിലെടുക്കണം. ഒരാൾ ഡോക്ടർ ഡയാന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നിർത്തി വായിക്കുക. എല്ലാവരും ബൈബിൾ കയ്യിലെടുക്കണം. നിർബന്ധമായും ബൈബിൾ മൊബൈലിലാണെങ്കിൽ മൊബൈൽ എങ്ങനെയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ വിധത്തിൽ നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യുക. ഒന്ന് വായിക്കാവോ? കർത്താവിന്റെ ദാസൻ ആ നമ്മൾ യേശയ്യാ 53 1 മുതൽ 13 വരെ തിരുവചനങ്ങൾ. നമ്മൾ Yes. കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിന്റെ കരം ആർക്കു വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി Amen. പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. Amen. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. ആമേൻ. അതാണ് അതിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇത് പ്രവാചകൻ തന്റെ പ്രവചനാത്മാവിൽ കാണുന്നതാണ് കേട്ടോ. യേശുവായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രവചനാത്മാവിൽ പ്രവാചകനെ ഇത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം. അദ്ദേഹം ശരിക്കും ഈ പ്രവാചകന്മാർക്ക് ഈ വെളിപ്പെട്ടതെല്ലാം അവർക്ക് ഏകദേശം മനസ്സിലായെങ്കിലും 100% അത് മനസ്സിലായില്ല. അവര് വിചാരിച്ചത് ദൈവം ഭൂമിയിൽ വരുമെന്ന് അവർ വിചാരിച്ചില്ല. ഏതൊരു പ്രവാചകൻ വഴി ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്ത് ഒരു പ്രവാചകനിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കുമെന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ. അവരിൽ ഒരുവനെ പോലെ ഒരാളെ ആയിരിക്കാം എന്നൊക്കെ ആയിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. ഒരിക്കലും അവർ ദർശിച്ച, അവർ കേട്ടുകൊണ്ടിരിക്കുന്ന, അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ദൈവം മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിൽ ഇറങ്ങുമെന്ന് ഒരിക്കലും അവർ അറിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. വായിച്ചേ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കണ്ടോ ഈശോനെ കുറിച്ച് ഒഴിവുചാല് ഈ തൊട്ട് താഴോട്ട് എങ്ങനെയാ പറയുന്നത്? അദ്ദേഹം ഈ പ്രവാചകൻ കാണുന്ന എങ്ങനെയാണ്? എനിക്ക് ഈ ഒഴുകുവാൻ നന്നായിട്ട് അറിയാം. കാള പൂട്ടുക എന്ന് പറയും ഞങ്ങളുടെ മലബാറിൽ. കാള പൂട്ടാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് കാളകളും അതുപോലെ തന്നെ വയലുകളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാനും അപ്പച്ചനും ഞങ്ങൾ ചേട്ടനിമാരെ ഞങ്ങളെല്ലാവരും കാള പൂട്ടുമായിരുന്നു. ഞങ്ങള് 3 ഏറ് കാള പൂട്ടും. ഒരു 2 കാള മുമ്പില്, അതിന്റെ പിറകിൽ 2 കാള, അതിന്റെ പിറകിൽ 2 കാള, അങ്ങനെ 3 ഏറ് കാള എന്നതിന് പറയാം. ഒരാള് ഒരു ചാലിങ്ങനെ കീറിക്കഴിഞ്ഞാൽ ചെറിയൊരു വരമ്പ് പോലെ അടുത്ത സൈഡിലുണ്ടാവും. ആ വരമ്പിൽ ലക്ഷ്യമിട്ടാണ് ഈ പിറകിൽ വരുന്ന, ഈ തൊട്ടു പിറകിൽ വരുന്ന കാളയുടെ അതിന്റെ ഞവരി എന്ന് പറയും, ആ മണ്ണ് കുഴിച്ച് ഇളക്കി മറയ്ക്കുന്ന ആ സാധനം തൊട്ടു പുറകിൽ, എൻ്റെ തൊട്ടു പിറകിൽ വരുന്ന ആ ആള് ശ്രദ്ധിക്കുന്നത് ബാലൻസ് നിൽക്കുന്ന ആ വരമ്പ് ഏതാണോ അതിനെ ഇളക്കി മറയ്ക്കുക എന്നുള്ളതാണ്. മൂന്നാമത് വരുന്ന ആള് അതിന് ഫിനിഷ് ചെയ്യുകയാണ്. പിന്നെ അവിടെ ഒരു ലെവലേശം പോലും ബാക്കിയില്ല, എല്ലാം ഇളക്കി മറച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ഒരു പണിക്കാരനാണ് മൂന്നാമത് വരുന്ന കാളകൂട്ടുകാരൻ. ഈ ഉഴുവുകാര് ഉഴുതു മറച്ചതുപോലെയാണ് ഈശോന്റെ ശരീരം യെശയ്യാ പ്രവാചകന് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരൂപമാണ്, എന്ത് രൂപമാണെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും അതൊരു സത്യമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ലൂക്കാ സുവിശേഷത്തിലാണോ മത്തായിയുടെ സുവിശേഷത്തിലാണോ നിങ്ങളിന്ന് നോക്കിയാൽ ഒരു സംഭവം കാണാം. മത്തായിയുടെ സുവിശേഷം 27-ലാണല്ലോ അതിനെക്കുറിച്ച് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം ലൂക്കാ സുവിശേഷം എടുത്തു നോക്കി. ലൂക്കാ സുവിശേഷം ലൂക്ക 23-ല് ലൂക്ക 23-ന്റെ 53-ാം തിരുവചനം. അവനത് ഇങ്ങനെ പറയുന്നത്: യഹൂദരുടെ പട്ടണമായ അരിമത്യയിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചന സംഘത്തിൽ അംഗമായി അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. അവൻ അവരുടെ ആലോചനകളിലെ പ്രവൃത്തികളിലും പങ്കുചേർന്നിരുന്നില്ല. ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു. അടുത്ത വചനം കേട്ടോണം. അവൻ അത് താഴെ ഇറക്കി. അവൻ യേശുവിന്റെ ശവശരീരം എന്നാ പറയേണ്ടത്. പറയാണ് ഒരു വസ്തു പോലെ, ഒരു മനുഷ്യരൂപമില്ലാത്ത മറ്റെന്തൊരു വസ്തു പോലെ
ആൾക്ക് തോന്നുകയാണ് അവൻ അത് താഴെ ഇറക്കി. അത്ര ഭീകരമായിരുന്നു നമ്മള് യേശുവേ എന്ന് വിളിക്കുന്ന നമ്മുടെ ഈശോ. അങ്ങനെ മാക്സ് ഒരു തുള്ളി ചോര. അതാണ് ഞാൻ യേശു എന്ന ഒരു പദം, യേശുവിന്റെ നാമം പഠിക്കാൻ വേണ്ടി 42 ദിവസം ഒരു സ്പെഷ്യൽ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടും 42ാമത്തെ ദിവസം ഞാൻ എൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചു, യേശുവിനെ കുറിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്നും എവിടെയും അറിഞ്ഞിട്ടില്ലെന്ന്. ഇച്ചിരിയെ ഈ 42 ദിവസം കൊണ്ട് യേശു എന്നൊരു പദം മാത്രം, യേശു എന്ന നാമത്തെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് അല്പം മാത്രമേ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളൂ. എൻ്റെ ആയുസ്സിൽ ഞാൻ എന്നും അറിയാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആ സെക്ഷൻ അവസാനിപ്പിച്ചു. എൻ്റെ പ്രിയമുള്ളവർ, ഒരു തുള്ളി ചോര പോലും ബോഡിയിൽ ബാക്കിയില്ലാതെ വണ്ണം ഉറ്റി, അവസാനത്ത് പോലും ഉറ്റി ഇങ്ങനെ നമുക്ക് ഈ ഊറ്റി തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈശോയുടെ ആ കാൽവരി യാഗം. അതാണ് ഈശോയുടെ കാൽവരി യാഗത്തിൽ നമ്മളോടുള്ള ഈശോയുടെ സ്നേഹമാണത്. നമ്മൾ വ്യഭിചരിച്ചപ്പോഴും, നമ്മൾ നുണ പറഞ്ഞപ്പോഴും, നമ്മൾ കള്ളുകുടിച്ചപ്പോഴും, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോഴും, ഈ ലോക മനുഷ്യൻ അവന് തോന്നിയ പാപമൊക്കെ ചെയ്യുമ്പോഴും അവനെ നേടിയെടുക്കാൻ വേണ്ടി ആ ഈശോയുടെ അവസാനത്തെ തുള്ളി രക്തം വീണതിനെ കുറിച്ച് ഞാൻ പഠിച്ചിങ്ങനെയാണ്. ഒരു ഇങ്ങനെ ആ അന്തരീക്ഷമൊക്കെ വളരെ ഒരു ഭീകരാന്തരീക്ഷമായി, ഇരുട്ടായി. അതിൻ്റെ ഇടയിൽ ഭയങ്കര ഇടിമുഴക്കങ്ങളുണ്ടായി, പാറകൾ പൊട്ടി തെറിച്ചു. ഏതാണത്? മത്തായിയുടെ സുവിശേഷം 27 എടുത്ത് മത്തായി 27 അതിനെ കുറിച്ച് പറയുന്നത്, ആ ഭീകര സംഭവങ്ങളെ കുറിച്ച്. അതിന്റെ 51. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ 2ആയി കീറി. ജെറുസലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലം മനുഷ്യരാരും ഭൂമിയിൽ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന്മാര് ചേർന്ന് നറുക്കിട്ട് വീഴുന്ന മഹാപുരോഹിതൻ ആരാണോ ആ പുരോഹിതന് മാത്രമേ അതിൻ്റെ അകത്ത് കയറുകയുള്ളൂ. അത് വളരെയേറെ പവിത്രമായി ഇസ്രായേൽക്കാർ കരുതുകയെന്ന ഒരു സ്ഥലമായിരുന്നു. നമുക്കെല്ലാം അതിനെക്കുറിച്ചൊക്കെ അറിയാം. ആ മഹാപുരോഹിതൻ പോലും ഏകദേശം 50-നടുത്ത് നാൾ പ്രാർത്ഥിച്ചൊരുങ്ങി എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് സ്വയം ആത്മപരിശോധന നടത്തി ക്ഷമ ചോദിക്കേണ്ടവരോടെല്ലാം ക്ഷമ ചോദിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കേണ്ടതെങ്കിൽ കൊടുത്ത് അതിന്റെ പലിശ സഹിതം കൊടുത്ത് അങ്ങനെ വളരെ വളരെ എന്താ പറയാ, അത്രമാത്രം ഒരുങ്ങി കയറി വരുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല, അദ്ദേഹം കയറുന്നതിന് മുമ്പ് സങ്കടത്തോടെ ആ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കയറെവിടെ എന്ന് ചോദിക്കും. അന്നേരം ആ തൊട്ട് താഴെയുള്ള ഈ പുരോഹിതന്മാര് തന്നെ ഒരു ഞണം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക തരത്തിലുള്ള കയറ് ആ ദേവാലയത്തിന്റെ ഏറ്റവും പിറകിലെ ഏരിയ വരെ നീളമുള്ള ഒരു കയറ് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ അരക്കല്ല, ഈ ഈ ചെസ്റ്റിന്റെ താഴെയായി, വയറിന്റെ മുകളിലായി ഇങ്ങനെ കെട്ടി മുറുക്കും. ലൂസല്ല, കെട്ടി മുറുക്കും. അത് നല്ല മുറുകിയിരിക്കും. ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കുറവ് നിമിത്തം ദൈവകോപമുണ്ടായി, പഴയ നിയമത്തിലെ കാളവണ്ടിയിൽ ദൈവത്തിന്റെ വാഗ്ദാന പേടകം കാളവണ്ടിയിൽ ബാലയൂതിയായിൽ നിന്ന് ദൈവത്തിന്റെ ദാസൻ ദാവീദിന്റെ പട്ടണത്തിലേക്ക് ഈ കാളവണ്ടിയിലേക്ക് ദൈവത്തിന്റെ വാഗ്ദാന പേടകം കൊണ്ടുവരുമ്പോൾ പുല്ല് കണ്ടിട്ട് ഒരു കുറച്ച് വൈക്കോല് കിടക്കുന്ന കണ്ടിട്ട് ആ പുല്ല് തിന്നാൻ വേണ്ടി കാള ഒന്ന് അങ്ങോട്ട് ഒന്ന് അനങ്ങിയപ്പോൾ, ഒന്ന് തല ഇങ്ങനെ ടേണാക്കിയപ്പോൾ, ഒന്ന് തിരിച്ചപ്പോൾ ഈ കാളവണ്ടി ഒന്ന് ഉലഞ്ഞപ്പോൾ അടുത്ത് നിന്ന് കൈ നീട്ടി ഈ ദൈവത്തിന്റെ വാഗ്ദാന പേടകം താഴെ വീഴും എന്നോർത്താണ് അദ്ദേഹം കൈ നീട്ടി ഉന്തിപ്പിടിച്ചത്.
പക്ഷെ ആ സമയത്ത് ദൈവകോപം ഉണ്ടായി. ആ ഉസ അവിടെ മരിച്ചു വീണു. ഇതറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും കുറവ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രമാത്രം അനുദപിച്ചു, ഇത്രമാത്രം തന്നെ ആത്മപരിശോധന നടത്തിയിട്ടും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലോ എന്നൊരു ഭയപ്പാട് നിമിത്തമാണ് ഈ ഞണത്തിന്റെ കയറ് കെട്ടുന്നത്. ആ മരിച്ചു വീണാൽ അതിൻ്റെ അകത്ത് മനുഷ്യന് പ്രവേശിക്കാൻ പറ്റില്ല. ആണ്ടിൽ ഒരിക്കൽ ഒരാൾക്കേ അതിൽ കയറത്തുള്ളൂ. അത് ഈ മഹാപുരോഹിതനായതുകൊണ്ട് ഇദ്ദേഹത്തെ താഴെയുള്ള ആദ്യം പുരോഹിതന്മാർ, പിന്നെ മനുഷ്യരും ആ വിശ്വാസികളും വലിച്ച് പുറത്തേക്ക് എടുക്കുവാണ് പതിവ്. അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രമാത്രം പവിത്രമായ ഈ സ്ഥലമായ ജെറുസലേം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല എന്ന ഒരു തീരുമാനം. കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തില് 8-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കുക. അവിടെ 6-ാം അധ്യായത്തില് പറയുന്നത് ദൈവത്തിന്റെ കെരൂബുകളുടെ രൂപം, മാലാഖമാരുടെ രൂപം ഈ വാഗ്ദാന പേടകത്തിന്റെ സൈഡിൽ നിർമ്മിച്ചാക്കിയതിനു ശേഷം പുരോഹിതന്മാർ ദൈവസന്നിധിയിൽ അവർ വിലാപം കഴിക്കുകയാണ്. ഈ സമയത്ത് ദൈവത്തിന്റെ ഒരു മൈറ്റി ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം ആ ജെറുസലേം ദേവാലയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാർക്ക് അവിടെ ബലിയർപ്പിക്കാൻ കഴിയാതെ വണ്ണം തേജസ് കൊണ്ട് നിറഞ്ഞു. അവർ ഭയപ്പെട്ട് ഇങ്ങനെ മാറി നിന്നു. എന്താണ് ഇത്രമാത്രം ഘനമേറിയ ഈ മഞ്ഞ് പോലുള്ള അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ഗ്ലോറിയാണ് അവിടെ ഇറങ്ങിയത്. ഈ താബോറിൽ ഇറങ്ങിയ ഗ്ലോറി ആ റേഞ്ചിലുള്ളതാണ്. ഘനമേറിയ തിക്കൻസ് ഉള്ള ഒരുതരം ഗ്ലോറി. ദൈവത്തിന്റെ പല ഗ്ലോറിയുടെ ഏരിയകളുണ്ട്. അതൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. അതില് ഏറ്റവും തിക്കൻസ് ഉണ്ടായ, നമ്മളെ പഴയ നിയമത്തിലെ പുറപ്പാടിന്റെ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായത്തില് ആ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്നതും ഇതേ ഗ്ലോറിയാണ്. അവിടെയും അവർക്ക് അതിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റാതെ വണ്ണം അത്ര ഘനമേറിയ ഗ്ലോറി അവിടെ ഇറങ്ങി. ഇത്ര പവിത്രമായ ഈ സ്ഥലം, ആ സ്ഥലത്ത് ഇനി പവിത്രത വേണ്ട, ആ വിശുദ്ധി ഇനി ഇവിടെ ആവശ്യമില്ല. ഇതാ ഇവിടെ ഉണ്ടായിരുന്നവൻ അവിടെ കാൽവറിയിൽ യാഗമായി തീർന്നു എന്ന അർത്ഥത്തിലാണ് ജെറുസലേം ദേവാലയത്തിന്റെ മുകൾ മുതൽ താഴെ വരെ ദൈവത്താൽ അത് കീറി 2 സൈഡിലോട്ട് മാറിപ്പോയി. അത് കണ്ടു നിന്ന ചില ഭക്തന്മാർ അവിടെ ഉണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു. ഈ യേശുവിനെ കാൽവറിയില് യാഗത്തിന് വിട്ടുകൊടുത്തിട്ട് അവരെല്ലാം വേഗത്തിൽ ഈ അന്നാസും കയ്യഫാസും അങ്ങനെ കുറെ പേര് ഇവരെല്ലാം കൂടി ഈ ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നു. അവരെല്ലാം കൂടെ വന്ന് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരും ജനപ്രതിനിധികളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി. ചിലർക്ക് ഭയം തോന്നിയായിരുന്നു. ഈ പെട്ടെന്ന് 3 മണിക്കൂർ സൂര്യൻ ഇരുണ്ടുപോയി. പെട്ടെന്ന് നല്ല പ്രകാശമുള്ള സമയത്ത് നല്ല പകൽ വെളിച്ചം പെട്ടെന്ന് ഇരുളുവാൻ തുടങ്ങിയപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു വേഗം പോവാന്ന് പറഞ്ഞ് അവരെല്ലാം അവിടുന്ന് തടിയെടുത്ത് അവർക്ക് പെട്ടെന്ന് ഒരു ഭയം തോന്നിയിട്ട് അവരുടെ ദൈവമായ യഹോവയെ, യാഹെന്ന ദൈവത്തെ ആരാധിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ അവർ ആ സമയത്തൊക്കെ പ്രാർത്ഥനയുടെ ദിവസങ്ങളായിരുന്നു. ഈ പെസഹ തിരുനാളിനോടുള്ള അടുത്തുള്ള ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം അവരുടെ ഇടയിലുണ്ട്. ആ അന്തരീക്ഷത്തിൽ തന്നെയാണ് അവർ ജെറുസലേം ദേവാലയത്തിലേക്ക് ഓടിപ്പാഞ്ഞു പോയത്. അവർ പ്രാർത്ഥന കഴിക്കാൻ, ചിലര് അവരുടെ കൈകാലുകൾ കഴുകി, കൈകാലുകളിലൂടെ വരുന്ന അശുദ്ധികളെല്ലാം കഴുകിക്കളയാൻ, അതുപോലെ തന്നെ ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞ ഈ പീലാത്തോസിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പീലാത്തോസ് കൈ എഴുതിയത് കൂടെ തന്നെ നമ്മളും ഇതിനകത്ത് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായി. ഇങ്ങനെ നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ദേവാലയത്തിൽ ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ആരോ വസ്ത്രം കീറുന്നത് പോലെ വലിച്ച്, ഒരു കോപത്തിൽ ഒരു വ്യക്തി ഒരു വസ്ത്രം ഇങ്ങനെ എന്ന് പറഞ്ഞ് വലിച്ച് കീറുന്നത് പോലെ. അങ്ങനെയാണ് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്. വലിച്ച് ആരോ കോപം പൂണ്ട് ആരോ വലിച്ചു കീറിയതുപോലെ ഇങ്ങനെ വലിച്ചു കീറിയെന്നാണ് പറയുന്നത്. അങ്ങനെ വലിച്ചു കീറുമ്പോൾ ഒരുതരം പ്രത്യേക തരത്തിലുള്ള പല വില കൂടിയ
വസ്ത്രങ്ങൾ ഈ മഹാപുരോഹിതന്മാര് വസ്ത്രം ധരിക്കുമ്പോൾ പല നൂലുകൾ കൊണ്ടുള്ള, ആ പുറപ്പാട് പുസ്തകത്തിലെല്ലാം കാണുന്ന പോലെയുള്ള വിലപിടിപ്പുള്ള നൂലുകൾ കൊണ്ട് എന്നതുപോലെയുള്ള ഒരു മറശ്ശീലയായിരുന്നു ആ വസ്ത്രം. ആ വസ്ത്രം പെട്ടെന്ന് ഇങ്ങനെ സാധാരണക്കാരൊന്നും, നല്ല ആരോഗ്യമുള്ള ഒരാളൊന്നും വലിച്ചെന്ന് അത് കീറത്തില്ല. അത് അങ്ങനെയൊന്നും കീറുന്നതല്ല. ഒരു നല്ല ബലം, നമ്മുടെ ഇന്നത്തെ കണ്ടീഷൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു JCB ഒക്കെ പിടിക്കുന്ന പോലത്തെ ഒരു നല്ല നല്ല ബലം വേണം. നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് നമുക്ക് മുറിക്കാൻ പറ്റുമോ? നമുക്ക് കൈ കൊണ്ട് വലിച്ചു കീറാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അതിനേക്കാൾ സ്ട്രോങ് ആയിരുന്നു. ആ നൂലിന്റെ പ്രത്യേകത അങ്ങനെയായിരുന്നു അത്രേ. അങ്ങനെ ഒരു ശീല, ആ മറശീലയാണ്, ആ വസ്ത്രമാണ് ആരോ വലിച്ചു കീറിയത്. അങ്ങനെ അത് വലിച്ചു കീറിയപ്പോൾ എന്നൊരു ശബ്ദമുണ്ടായത്രേ. ആ ശബ്ദം കേട്ട് അവരെല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ കൂടിയിരുന്നവരും ഭക്തന്മാരും സ്ത്രീകളും പലരും, അനേക ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ പേടിച്ചരണ്ട് ജെറുസലേം പട്ടണത്തിൽ നിന്ന് ഓടി പള്ളിക്കകത്ത് കയറി. അപ്പൊ ഈ പള്ളിക്കകത്തോട്ട് വരുന്നവരെ കണ്ട് ആളുകൾ, അവിടെ പള്ളിക്കകത്തുണ്ടായിരുന്നവർ ചോദിക്കുകയാണ്, എന്തേ എന്ന് ചോദിക്കുമ്പോ പറയാണേ, അവിടെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ എഴുന്നേറ്റ് നടക്കുന്നു, കല്ലറ തുറന്നോ? ആ കല്ലറ തുറന്നോ? അതെ, കല്ലറ തുറന്നു, ഞങ്ങൾ കണ്ടു. അവരെല്ലാം പട്ടണത്തിലൂടെ നടക്കുന്നു, ജെറുസലേമിലുണ്ട് അവര് എന്നിങ്ങനെ പറഞ്ഞ് ഒരു ഭീകരത നിൽക്കുന്ന സമയത്താണ് ജെറുസലേം ദേവാലയത്തിന്റെ ഈ തിരുവസ്ത്രം വലിച്ചു കീറുന്നത്. മുകൾ മുതൽ താഴെ വരെ നല്ല ഉയരത്തിലാണ്. എത്ര അടി, ഞാനത് പഠിച്ചിരുന്നു, എത്രയോ അടി ഹൈറ്റിലാണ് ഈ മറശ്ശീല ഉണ്ടായിരുന്നത്. എത്രയോ അടി ഹൈറ്റിൽ, 40 എത്രയോ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എത്രയോ അടി ഉയരത്തിലായിരുന്നത്രേ ഈ മറശ്ശീല, ഈ തിരുശീല ഉണ്ടായിരുന്നു. ആ തിരുശീല, ആ മറശ്ശീല, ആ മറച്ചു വെച്ച ആ വസ്ത്രം വലിച്ചു കീറി, കിറാന്ന് പറഞ്ഞു. ഈ ശബ്ദവും കേട്ടപ്പോഴേക്കും എല്ലാവരും ഞെടുങ്ങി വറച്ചു. എന്താണ് സംഭവിക്കുന്നത്? സെക്കൻഡിനുള്ളിൽ ഭൂമി കുലുങ്ങി, ഉണ്ടായി, ഭൂമി കുലുക്കം ഉണ്ടായി. ജനങ്ങളെല്ലാം പേടിച്ച് യാഹ്വേ എന്നൊക്കെ കുറെ പേര് വിളിച്ചു. അവരുടെ യാഹ്വേനെയാണ് അവർ ബലി അർപ്പിച്ചത്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈശോയുടെ മരണദിനം അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല, വേറൊരു സംഭവം ഉണ്ടായി. അനേക മൈൽ ദൂരെ ഈ യേശുവിന്റെ കുരിശിൽ കുറേനക്കാരനായ ശിമിയോൻ യേശുവിന്റെ കുരിശെടുത്തല്ലോ. ഈ പുള്ളിക്കാരനൊക്കെ ഒരു ആഫ്രിക്കക്കാരൻ. ഈ ആഫ്രിക്കയുടെ അതിര് വരെ കുലുങ്ങിയത്രേ. ആ കാലത്ത് ഈ ഏഷ്യൻ ഭൂഖണ്ഡത്ത്, ഈ ഏഷ്യയുടെ പല പ്രദേശങ്ങളിലും ഭൂമി കുലുക്കം സംഭവിച്ചത്രേ. വളരെ ദൂരം പോലും ജെറുസലേമിൽ കുലുങ്ങിയ ആ ഭൂമി കുലുക്കത്തിന്റെ സ്തംഭനം അതിന്റെ അടുത്ത മറ്റു രാജ്യങ്ങളിൽ ആ സ്തംഭനം ഉണ്ടായി. അതിന്റെ ആ കുലുക്കത്തിന്റെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അവരെല്ലാം അന്വേഷിക്കാൻ തുടങ്ങി, എന്താണ് പറ്റിയത്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ഇതുവരെയും ഉണ്ടായിട്ടില്ലല്ലോ. ഇത് ഈ യഹൂദരുടെ പെസഹ തിരുനാളിന്റെ കാലമല്ലേ? ഒരിക്കലും യാഹ്വേ ആകുന്ന ദൈവമല്ലേ അവരുടെ ദൈവം? ആ യാഹ്വയുടെ ദൈവത്തെ ആരാധിക്കുന്ന അവരുടെ നാട്ടിലാണല്ലോ ഇത് സംഭവിച്ചത്. അവിടെയാണല്ലോ ഈ ഇടിമിട്ടലും ഈ ഭൂമിയിലൊക്കെ ഒക്കെ ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ പലരും പിൽക്കാലത്ത് അന്വേഷിച്ചറിഞ്ഞത്രേ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, അതിഭയങ്കരവും അതിഭീകരവുമായ സംഭവങ്ങളാണ്. അത് മാത്രമല്ല, ഈ ജെറുസലേം ഈ ഈശോനെ കുരിശിൽ തറച്ച ആ മലയിൽ പല പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു. അത് പൊടിയായി പോയത്രേ.
അത് പൊട്ടിയിട്ട് ആരോ ചുറ്റികയ്ക്ക്, നമ്മൾ ചുറ്റികയ്ക്കൊക്കെ അടിക്കുമ്പോൾ, ഞാൻ പാറ പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട്, പാറ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഊക്കോടെയാണ് ആ ആ പാറക്കിട്ട് അടിക്കേണ്ടത്. ആ ചുറ്റിയെടുത്ത് ആ കൂടം കൊണ്ട് പാറയ്ക്ക് അതിശക്തിയോട് അടിക്കുമ്പോഴാണ് പാറ പൊട്ടുന്നത്. അതുപോലത്തെ ശബ്ദങ്ങളായിരുന്നു അത്രേ ആ കുന്നിൻ മുകളിൽ. ആ ആളുകളെല്ലാം പേടിച്ച് വിറച്ച്, ആരോ കോപം കൊണ്ട് ഈ ഭൂമിയോട് എന്തൊരു കോപം കാണിക്കുന്നത് പോലെ, ആരോ കൂടം കൊണ്ട് അടിക്കുന്നത് പോലെ ഒരു അന്തരീക്ഷം, ഒരു സംഭവം അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അവിടെ കൂടിയിരുന്ന കുറെ ആളുകൾ ഈ കുറച്ച് എന്താണ് യേശുവിന് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നോക്കി നിന്ന് കുറെ പേരുണ്ട്. അവര് പേടിച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ, പേടിച്ച് കരഞ്ഞിറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടെയെല്ലാം എന്തോ സംഭവിക്കുന്നത് കണ്ടിട്ട് അവര് കുറെ ആളുകൾ തിരിച്ചോടിയത്രേ. തിരിച്ചോടി വന്നപ്പോൾ ഈ അമ്മമാതാവും യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ, ഈ പ്രത്യേകിച്ച് ഈ യോഹന്നാനും ഇവരൊക്കെ ഇങ്ങനെ ഈശോയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവരിങ്ങനെ എന്തൊക്കെയോ പറയാണ്, വിളിച്ചു പറയും, നിങ്ങൾ അറിയുന്നില്ലേ, കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, എന്താ സംഭവിക്കുന്നതെന്നൊക്കെ പേടിച്ച് ആളുകൾ ഇങ്ങനെ അവരോട് പറയുമ്പോൾ അമ്മമാതാവ് ഒരു ഭാവവ്യത്യാസമില്ലാതെ പുത്രന്റെ കാൽവരിയുടെ ആ പാദത്തിനോട് ചേർന്ന്, നല്ല ഹൈറ്റിലാണ് ഈശോനെ കുരിശിൽ തറച്ചത്. അമ്മമാതാവിനൊക്കെ ഒരുമാതിരി ഹൈറ്റുള്ള കൂട്ടത്തിലാണ്. ആ അമ്മമാതാവ് ഈശോയുടെ ഏറ്റവും താഴത്തെ വിരലിന്റെ ഈ അറ്റം എത്ര, ഈ അമ്മമാതാവിന്റെ ഈ ചെവിന്റെ ഇങ്ങനെ 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 ചെരിച്ച് പിടിക്കാൻ അമ്മയ്ക്ക് കിട്ടിയത്. ഇങ്ങനെ കയ്യെത്തി പിടിക്കാൻ നല്ല ഹൈറ്റിലാണ്. അപ്പൊ ഇങ്ങനെ അമ്മമാതാവ് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ചെരിച്ച് പിടിക്കുമ്പോൾ ഈ ശിഷ്യന്മാരും ഈ പാപിനിയായ മറിയും ഒക്കെ വന്ന് അവരെല്ലാം കെട്ടിപ്പിടിച്ച് അവരിങ്ങനെ ഈശോയുടെ നേരെ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ചിലർ വിളിച്ചു പറയുന്നുണ്ട്, അത് സത്യമായിട്ടും ഇവൻ കർത്താവ് തന്നെയായിരുന്നു, ഇവൻ ദൈവം തന്നെയായിരുന്നു, ഇവൻ ദൈവം തന്നെയായിരുന്നു എന്ന് അവര് പറയാൻ കാരണം യേശു മരിച്ചത് കൊണ്ടൊന്നും അല്ല. പ്രകൃതി കോപിച്ചു. സൃഷ്ടാവ് ഇവിടെ കിടക്കുക, സൃഷ്ടവസ്തുക്കൾ പ്രതികരിച്ചു. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിനെതിരെ കൈ ഉയർത്തരുത്. സുവിശേഷത്തിനെതിരെയോ കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരെയോ ആരും കൈ ഉയർത്തരുത്. അതൊരിക്കലും നന്മയല്ല. തലമുറകൾക്ക് ദോഷമാണ്. തലമുറകൾ തകർക്കപ്പെടും. എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് അവരുടെ ശാപം എന്താണ്, അവരുടെ രോഗപീഠയ്ക്ക് കാരണം എന്താണ്, അവരുടെ തകർച്ചയ്ക്ക് കാരണം എന്താണെന്നൊക്കെ ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണ്, എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവർ എതിർ നിന്നു. കണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരെ നിൽക്കരുത്. ഒരു ബിഷപ്പിന്റെ അറിവില്ലായ്മ കൊണ്ടോ, ഒരു വൈദികന്റെ അറിവില്ലായ്മ കൊണ്ടോ, ഒരു സുവിശേഷകന്റെ അറിവില്ലായ്മ കൊണ്ടോ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവനെതിരെ നിൽക്കരുത്. ഹല്ലേലൂയ. അത് ഭയങ്കര ഡേഞ്ചറസ് ഏരിയ ആണ്. ദൈവം തെരഞ്ഞ് ശുശ്രൂഷ ഏൽപ്പിക്കുന്നവന്റെ മേൽ, അവന്റെ മേലിരിക്കുന്ന ദൈവിക അധികാരം അത് ഭയങ്കരമാണ്. അതിനെതിരെ നിൽക്കരുത്. അതിനെതിരെ നിൽക്കരുത്. എത്രയോ അനുഭവങ്ങൾ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ആ ജനങ്ങളെല്ലാം പേടിച്ച് വിറയ്ക്കുന്ന ഒരു സംഭവം നിങ്ങൾ വായിച്ച്, അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. ഈ സന്ദർഭത്തിൽ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, മത്തായി ശ്ലീഹ പറഞ്ഞത് കേട്ടോ. മത്തായി ശ്ലീഹ പറയാണ്, ആത്മാവിലാണ് അദ്ദേഹം ഇതെല്ലാം എഴുതിയത്. നിദ്ര പ്രാപിച്ചിരുന്നവർ, വിശുദ്ധർക്ക് മരണം സംഭവിക്കുന്നില്ല. അവർ നിദ്രയിലാണ്, ഉറക്കത്തിലാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ച, ഈ 2 ദിവസം മുമ്പ് എപ്പോഴോ പഠിപ്പിച്ച സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 28-ലാണോ, സാമുവേൽ 28-ലാണോ, 27-ലാണോ, 28-ലാണോ,
അവിടെ നിങ്ങൾ ആ സെക്ഷൻ എടുത്ത് കേട്ടാൽ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളെ ബൈബിൾ തപ്പി നോക്കുക. നമുക്കിപ്പോ അങ്ങോട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അവിടെ മന്ത്രവാദിനി സാവൂൾ രാജാവ് പറഞ്ഞിട്ട് മന്ത്രവാദിനി സാമുവേൽ പ്രവാചകനെ വിളിച്ചു വരുമ്പോൾ സാമുവേൽ പ്രവാചകൻ പറയാണ്, നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു. ആളെ ഈ മന്ത്രവാദിനിയിലൂടെ ശല്യം ഉണ്ടാക്കി വിളിച്ചെഴുന്നേൽപ്പിച്ചു. കണ്ടോ? അപ്പോൾ നിങ്ങളും ഞാനും വിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൽ മരിക്കുകയല്ല, ഇവിടെ നമ്മൾ നിദ്ര കൊള്ളുവാൻ പോവുകയാണ്. കാഹളധ്വനി കേൾക്കുന്നത് വരെയും ചിലർ മയങ്ങും, എന്നാൽ ചിലരോ ആ കാഹളധ്വനിക്ക് മുമ്പേ ഈ മരണത്തിന്റെ സമയത്ത് തന്നെ എടുക്കപ്പെട്ടു പോകും. അതൊക്കെ വലിയൊരു, നമുക്ക് പിൽക്കാലത്ത് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച പലർക്കും പ്രത്യക്ഷപ്പെട്ടു. യേശുവിനെ കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും, കുറെ ആളുകൾ പേടിച്ച് താഴോട്ട് ഇറങ്ങിയവർ, തിരിച്ചോടിക്കേറിയവരും, അവിടെ എന്താ സംഭവിക്കുന്നത് കാണാൻ വേണ്ടി നിന്നവരും, അങ്ങനെ കുറെ ആളുകൾ അവിടെ പിന്നെ ഉണ്ടായിരുന്നു. കാൽവരി കുരിശിന്റെ ചുവട്ടില് അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം സാധാരണയിൽ നിന്ന് അയ്യോ എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും, അത്യധികം ഭയപ്പെട്ടു. ഒരു മരണഭയം അവരുടെ മേൽ ഗ്രസിച്ചു, അവരുടെ മേൽ പിടികൂടി. എന്തെന്നില്ലാത്തൊരു ഭയം അവരുടെ മേൽ വ്യാപരിച്ചു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞങ്ങളുടെ മരണമാണോ എന്നുള്ള വിഭ്രാന്തി ഉണ്ടായി. യേശുവിനെ കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും, ശതാധിപന്മാരെല്ലാം പേടിച്ചു വിറച്ചു. ഹല്ലേലൂയ. ഭൂകമ്പവും മറ്റു സംഭവങ്ങളും നിങ്ങൾക്കറിയണമോ? നിങ്ങൾ ഒരു വളരെ വളരെ ഭീകരമായ സംഭവ ദിനമാണ് അന്ന് സംഭവിച്ചത് ഭൂമിയിൽ. നിങ്ങൾക്കറിയണ ഒരു സംഭവം എന്നാന്ന്? അതായത് എല്ലാ മനുഷ്യർക്ക് വന്ന് ഈ യഹൂദ പ്രദേശത്തുള്ള ആ ജെറുസലേമിൽ ആ ഏരിയയിലുള്ള ആ ഇസ്രായേലിലുള്ള അനേകം ആളുകൾക്ക് എന്തോ ഭയമുണ്ടായിട്ട് അവർ വീട് വിട്ട് ഇറങ്ങി ഓടിയത്രേ. എന്തോ സംഭവിക്കുന്നു എന്നവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും, ഓരോ കുട്ടികളും ഓരോ സ്ഥലത്തേക്ക് ഓടിയത്രേ. ഒരു വീട്ടിലേക്ക് ഓടിയപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, ഞങ്ങൾ ഓടുക എന്ന് പറഞ്ഞു. അവരും ഓടി. അങ്ങനെ ഒരു ഭീകര സംഭവം ആ ദിവസത്തിലുണ്ടായി. ഭയപ്പെട്ട് വിറച്ച് ആളുകളെല്ലാം. അങ്ങനെ ഇരിക്കുന്ന ഒത്തിരി പേര് യാഹുവിന്റെ അടുക്കലേക്ക് എത്താമെന്ന് പറഞ്ഞ് കുറെ പേര് ജെറുസലേം ദേവാലയത്തിലേക്ക് ഓടിക്കയറി. ജെറുസലേം ദേവാലയത്തിൽ ആ സംഭവമൊക്കെ നടക്കുമ്പോൾ നിറയെ ആളുകളായിരുന്നു അത്രേ. എന്റെ പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ കാണുകയാണ് ഈ സംഭവങ്ങളെല്ലാം. അതിന്റെ ഈ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഇത് കണ്ടിട്ട് പേടിച്ച് അവര് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇവൻ സത്യമായും, അവർ പറയാണ്, ഇവൻ സത്യമായും ദൈവപുത്രൻ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച്. ഹല്ലേലൂയ. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോൽ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി.
അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കൊത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടിട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന് ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. ഒന്ന് നിർത്തിക്ക്. അവിടുന്നാണ്, ദൈവമാണ് യേശുവിനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപ പരിഹാര ബലിയായി. യേശുവിന്റെ ബലിയുടെ മൃഗബലിയല്ല, യേശു അർപ്പിച്ച ബലിയുടെ പേരാണ് പാപ പരിഹാര ബലി. ഈ ബലിക്ക് തുല്യമായി ഈ ഭൂമിയിൽ പാപം പരിഹരിക്കാൻ മറ്റ് ഒന്നും ഇല്ല. ഈ പാപമെന്ന, അതാണ് 1 യോഹന്നാൻ 3:8 പറയുന്നത്. ഒന്ന് വായിച്ച്, 1 യോഹന്നാൻ 3:8 വായിച്ച്. ഇപ്പൊ കയറി വരികയാണ് ഈ വചനം, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. എന്റെ മുമ്പിലേക്ക് വെളിപാട് ഉണ്ടാവുകയാണ്, ഇത് പ്രവചനാത്മാവ് എന്റെ മേൽ ചലിപ്പിക്കുകയാണ്. വായിച്ച്. ഞാൻ വായിക്കണോ? 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എല്ലാവർക്കും കേൾക്കാലോ? വെയിറ്റ്, എല്ലാവർക്കും കേൾക്കാലോ? ഈ 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം തിരുവചനം എന്താണത്? പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവൻ ആണ്. ഹല്ലേലൂയ. യെസ്, താങ്ക് യു ബ്രദർ, താങ്ക് യു. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തി നിങ്ങൾ ശ്രദ്ധിച്ചേ. പാപം മീൻസ് പിശാച്. പാപം എന്നാൽ അർത്ഥം പിശാച്. പിശാച് എന്നാൽ അർത്ഥം പാപം. പാപമില്ലാതെ പിശാചില്ല, പിശാചില്ലാതെ പാപമില്ല. പാപം എന്നാൽ പിശാച്, പിശാച് എന്നാൽ പാപം. പാപമില്ലാതെ പിശാചില്ല, പാപമില്ലാതെ പിശാചിന് നിലനിൽപ്പില്ല, പിശാചില്ലാതെ പാപത്തിന് രൂപവുമില്ല. എല്ലാ പിശാചും പാപം ചെയ്യുന്നവനാണ്. എല്ലാ അശുദ്ധാത്മാക്കളും പാപത്തിന്റെ ആത്മാക്കളാണ്. ഓരോ അശുദ്ധാത്മാവിനും ഓരോ പാപ ഏരിയകളുണ്ട്. ഓരോ അശുദ്ധാത്മാക്കൾക്കും ഓരോ പാപ സാധ്യതയുണ്ട്. ഓരോ അശുദ്ധാത്മാക്കൾക്കും ഓരോ പാപ ഏരിയകളുണ്ട്. ഓരോ അശുദ്ധാത്മാക്കൾക്കും ഓരോ പാപത്തിന്റെ സാധ്യതയുണ്ട്. അപ്പൊ പാപമില്ലാതെ പിശാചില്ല, പിശാചില്ലെങ്കിൽ പാപമില്ല. പാപവും പിശാചും ഒന്നാണ്. പിശാചിന്റെ രൂപഭാവമാണ് പ്രവൃത്തിയായി വെളിപ്പെടുന്ന പാപം. പിശാചിന്റെ രൂപമാണ് പാപം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ വചനം കേട്ടെ. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ജനിച്ചവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. അത് പിശാചിന്റെ പ്രവൃത്തിയാണ് പാപം. അത് മനുഷ്യനെ കൂട്ടുപിടിച്ച് അവൻ നടപ്പിലാക്കുകയാണ്. അവന്റെ പ്രവൃത്തിക്ക് അവൻ മനുഷ്യന് കൊടുക്കുന്ന ഒരു സന്തോഷ സമ്മാനമാണ് പാപത്തിന്റെ നൈമിഷിക സുഖം.
വ്യഭിചാരത്തിന്റെ നൈമിഷിക സുഖം, മദ്യപാനത്തിന്റെ നൈമിഷിക സുഖം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നൈമിഷിക സുഖം, നുണ പറയുമ്പോൾ ഉണ്ടാകുന്ന നൈമിഷിക സുഖം, കള്ളത്രാസിൽ, കള്ള അളവിൽ, കള്ളപ്പലിശ, ഇങ്ങനെ കള്ളത്തരം കാട്ടി സമ്പത്തുണ്ടാക്കുന്നതിലുള്ള നൈമിഷിക സുഖം, എല്ലാ പാപത്തിന്റെ പിശാചിന്റെ പാപപ്രവൃത്തികൾക്കെല്ലാം അവന്റെ സ്നേഹ സമ്മാനമാണ് പാപ രുചികൾ, പാപ ആസ്വാദനം, പാപത്തിന്റെ സുഖം. പാപം ചെയ്യുമ്പോൾ വേദനയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരിക്കലും മനുഷ്യൻ പാപം ചെയ്യുകയില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനോട് കൂടെ നടക്കുമ്പോൾ സഹനങ്ങളും വേദനകളും കയ്പുകളും കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും നെടുവീർപ്പുകളും ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഒത്തിരി ആളുകൾ ഈ രക്ഷയുടെ മാർഗം തെരഞ്ഞെടുക്കാൻ ഇന്നും അവൻ ഭയപ്പെടുകയും മാറുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്നത്. അവൻ വിരൽ ചൂണ്ടി പറയുന്ന ഒരു കാര്യമാണ്, ക്രിസ്ത്യാനി, നിന്റെ രക്ഷകനായ യേശു ക്രിസ്തു കാൽവരിൽ കിടന്ന് പിടച്ച് മരിച്ചില്ലേ, പിന്നെ നീ പറയുന്ന ഏത് ദൈവത്തെ കുറിച്ചാ? മനുഷ്യന്റെ അടികൊണ്ട്, മനുഷ്യന്റെ തുപ്പുകൊണ്ട്, അവനെ മൃഗീയമായി ഉപദ്രവമേറ്റ് മനുഷ്യനാൽ പീഡിപ്പിക്കപ്പെട്ട് മരിച്ച് ഒരു ദൈവമാണോ നിന്റെ ദൈവം എന്ന് ചോദിക്കുമ്പോൾ മറക്കരുത്, ഇതിന്റെ പിന്നിൽ ദുഷ്ടപിശാച് ലോകത്തിന്റെ ദേവനായി അവൻ അധികാരത്തോടെ മനുഷ്യബുദ്ധിയിൽ വ്യാപരിക്കുകയാണ് ഈ കാലമെത്രയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അനേകർ എന്റെ അടുക്കൽ വരാൻ വേണ്ടി പരിശ്രമിക്കും, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ചിലർ മാത്രം രക്ഷ പ്രാപിക്കും. കണ്ടോ? പാപത്തിന്റെ നൈമിഷിക സുഖമായ അല്പം മദ്യത്തിന്റെ സുഖമോ, അല്പം സ്ത്രീയുടെയോ പുരുഷന്റെയോ സെക്സിന്റെ അശുദ്ധികളോ, സ്വയംഭോഗത്തിന്റെ അശുദ്ധികളോ, ബ്ലൂ ഫിലിം കാണുന്ന അശുദ്ധികളോ, ഇങ്ങനെയുള്ള പൈശാചിക അശുദ്ധികളുടെ താൽക്കാലിക സുഖം കാണിച്ച് പിശാച് മനുഷ്യകുലത്തെ അവൻ കാർന്നു തിന്നുകയാണ്. ഇതിൽ നിന്നും രക്ഷ പ്രാപിക്കേണ്ടതിനാണ്, ഇതിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കേണ്ടതിനാണ് എന്റെ ഈശോ പിതാവിനാൽ അയക്കപ്പെട്ട് അവൻ പീഡിപ്പിക്കപ്പെടാൻ തക്കവണ്ണം അയച്ചത്. അതാണ് ആ തിരുവചനം, അതാണ് ആ തിരുവചനം. കണ്ടോ? ക്ഷതമേൽക്കണമെന്ന് കർത്താവിന്റെ ഹിതമായിരുന്നു, അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി, പാപപരിഹാര ബലിയായി. പാപത്തിന് പരിഹാരമായി ഈശോ ചെയ്തെന്താ? സാത്താനെ ബഹിഷ്കരിച്ചാ പോരായിരുന്നു? അല്ല, സാത്താൻ ഏറ്റവും ഭയപ്പെടുന്ന ഒന്നാണ് സഹനം. ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്വയം ഏറ്റെടുക്കുന്ന സഹനത്തിന് സാത്താന് ഭയമാ. നമ്മുടെ ജഡത്തെ നമ്മൾ ചില ദണ്ഡനങ്ങൾ ഏൽപ്പിച്ച് ജഡത്തിന്റെ മേൽ ജയമെടുക്കണം. നിങ്ങൾ എത്ര കൃപാവരം ഉണ്ടെങ്കിലും ജഡത്തിന്റെ മേൽ ജയമെടുക്കുന്നില്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും ശത്രുവായ പിശാചിന് പ്രബലതയോടെ നിന്നെ സ്വാധീനിക്കാൻ കഴിയും. എന്നാൽ ജഡത്തെ നമ്മൾ ജയിച്ചാൽ ജഡത്തിന് മേൽ പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റൂല. അടുത്തതാണ് നമ്മുടെ മുൻപിലുള്ളത്. ജഡം കഴിഞ്ഞാൽ ഉടനെ അടുത്തുള്ളത് ലോകമാണ്. ഈ ലോകത്തിന്റെ ദേവനായ പിശാച് ലോകത്തെ നിയന്ത്രിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് നമുക്ക് കഴിയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ തൊട്ടില്ല, കണ്ടില്ല, അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ കൂടെ പോണം. ഞാൻ പലപ്പോഴും എൻ്റെ സുവിശേഷ വേലയിൽ എൻ്റെ കുടുംബത്തിന്റെ ബാധ്യത വരുമ്പോൾ പലപ്പോഴും ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒത്തിരി ഞാൻ സഹിച്ചിട്ടുണ്ട്. ഞാൻ തടി ചുമന്ന തഴമ്പ് എൻ്റെ തോളിൽ ഇപ്പോഴും ഉണ്ട്. ഇന്നും ഞാൻ അതിന് റെഡിയാണ്. സുവിശേഷത്തെ പ്രതി ലജ്ജിക്കപ്പെടാതിരിക്കാൻ ഞാൻ സ്വയം അധ്വാനിക്കാൻ എനിക്ക് ഇന്നും മനസ്സാണ്. ഞാൻ ഇന്നും അതിനുവേണ്ടി അധ്വാനിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ ദേവനായ പിശാച് മനുഷ്യരെ കാർന്നു തിന്നും. അതാണ് ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1:27 വചനം വായിച്ച് 1 പത്രോസ് 4:12 നല്ല വചനം വായിച്ച ബ്രദറെ. യെസ്, വായിച്ച് ഇട്ടേത് ഒന്നോട് ഇട്ടേ. ശരീരത്തിൽ പീഡനമേ വായിച്ച് ഇട്ടേ.
ബ്രദർ ജസൻ, ശരീരത്തിൽ പീഡനമേറ്റ് ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, കൊളോസ്യർക്കെഴുതിയ ലേഖനം 1:27, കൊളോസോസ് 1:27. ബ്രദർ ജസൻ അതൊന്നിട്ടെ. ഹല്ലേലൂയ. ബർഷിക്കാബ ലെമോനെരികറബല സുരബിയ. വായിച്ചേ. കൊളോസസ് 1:27. ഈ രഹസ്യത്തിന്റെ മഹത്വം ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. അടുത്തത് അടുത്തത് തന്നെയാണ് 26 ഇട്ട് നോക്കി. 26. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ബ്രദറെ 1 കൊറിന്ത്യസ് 2 കൊറിന്ത്യസ് 4:4 വായിച്ചേ. 2 കൊറിന്ത്യസ് 4:4 എന്താണ്? 2 കൊരിന്തോസ് 4:4. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. കണ്ടോ? ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ്. അവർക്ക് ഈ ദേവനായ പിശാച്, ഈ അശുദ്ധാത്മാക്കൾ വ്യക്തികളിൽ ഉള്ളത് കൊണ്ട് അവന്റെ മനസ്സിനെ സാത്താൻ എപ്പോഴും മറയ്ക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് യൂട്യൂബ് തുറക്കുക എന്ന് വെച്ച ഒരു മനുഷ്യൻ, അപ്പൊ അവിടെ സുവിശേഷങ്ങളൊക്കെ ഉണ്ടാവും. സുവിശേഷം കേട്ട നിമിഷത്തിൽ തന്നെ സാത്താൻ പറയും മാറ്റടാ. അപ്പൊ തന്നെ അവന്റെ ചിന്തയെ കൺട്രോൾ ചെയ്ത് ആ ദൃശ്യമാകാൻ സാധ്യതയുള്ള, കണ്ണുകൊണ്ട് കാണാൻ സാധ്യതയുള്ള ആ മഹത്വമേറിയ സുവിശേഷം അവൻ മറച്ചു കളയും. ഇന്നും ഈ പ്രവൃത്തി അവൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനു വേണ്ടിയാണ് ഈശോയെ പാപത്തിന് പരിഹാര ബലിയായി ഈശോ വിട്ടുകൊടുത്തത്. ഇത് ശ്രദ്ധിച്ചു കേട്ടെ. അവിടുന്ന് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തു. പാപ പരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും എന്ന് യേശു കരുതി. നിങ്ങൾ ആ വചനത്തിലേക്ക് ശ്രദ്ധിച്ചു കേട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:10 ഞാൻ പറഞ്ഞത്, വായിച്ചത്. ഈ യേശുവിൽ വിശ്വസിക്കാനിരിക്കുന്നവരെ ഈ യെശയ്യാ പ്രവാചകന് വെളിപ്പെടുക. ഒരു പരമ്പര, ഒരു നീണ്ട തലമുറ ദീർഘായുസ് പ്രാപിക്കുക. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ മരണമില്ലാതെ നിലനിൽക്കാൻ. അതാണ് എവർലാസ്റ്റിംഗ് ലൈഫ്. കണ്ടോ? മരണമില്ലാത്ത ജീവിതം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. അത് ഈ പ്രവാചകൻ കാണുകയാണ്. അതിന്റെ ഫുൾ ക്ലാരിറ്റി പ്രവാചകന് വെളിപ്പെടുന്നില്ല. പ്രവാചകൻ കാണുന്നതെല്ലാം കൃത്യമായി ഒരു തുള്ളി വെള്ളം ചേർക്കാതെ അതിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. താൻ കാണുകയാണ് അവൻ വഴി ഒരു തലമുറ, ഒരു വലിയ പരമ്പര, വലിയൊരു ഗണം, വലിയൊരു കൂട്ടം ആളുകൾ ദീർഘായുസോടെ ഇരിക്കും. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ യുഗങ്ങളോളം, തലമുറകളോളം. ഹല്ലേലൂയ. നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. നമ്മുടെ കർത്താവ് എത്ര കാലമുണ്ടോ അങ്ങനെ നമുക്ക് ആ വാക്ക് പറയാൻ പറ്റുള്ളൂ. കർത്താവുള്ള കാലം എത്രയും നമ്മളെല്ലാവരും ഉണ്ടാകും. കർത്താവിന് കാലഭേദമില്ല, കാലവ്യത്യാസവുമില്ല. അതിന്റെ അവസാനം എന്നൊരു വാക്കില്ല. ദൈവത്തിന് അവസാനം എന്നൊരു വാക്കില്ല, തുടക്കം എന്നൊരു വാക്കുമില്ല. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവിന്റെ മഹനീയത. ഹല്ലേലൂയ. അവൻ തന്റെ ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. ദൈവപിതാവിന്റെ ഹിതം ഓക്കെ
അടുത്ത വചനം വായിച്ചിട്ട് ബ്രദറെ. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. അടുത്ത വചനം. തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. തന്റെ കഠിന വേദനയുടെ ഇത് കേട്ട് വായിച്ച് എല്ലാവരും ഈ വചനം ശ്രദ്ധിക്കണം. തന്റെ സമയമൊന്നും നോക്കണ്ട. തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തരാകും. അവർ എന്ന് പറഞ്ഞാല് ഈ യേശുവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവരും, മാത്രമല്ല രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ദാസന്മാരെല്ലാം അവന്റെ കഠിന വേദനയിൽ കണ്ട് സന്തോഷിക്കുന്നല്ല, മറിച്ച് ആ വേദനയെ പ്രതി നന്ദിയുള്ളവരായിത്തീരും. എനിക്ക് ആ ജസം ബ്രദറ് കോയമ്പത്തൂരിൽ നിന്ന് ആ പാട്ട് നമുക്ക് വേണ്ടി ഇട്ട് തന്നപ്പോൾ വാസ്തവത്തിൽ നമ്മളെല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുപോയി. നമ്മളെ ഡോക്ടർ ഡയാന കരഞ്ഞു, ഞാനും കരഞ്ഞു. ഞാൻ ഈ തൂവാല കൊണ്ട് തുടക്കിയത് കണ്ണുനീർ. നമ്മുടെ കർത്താവിന്റെ ആ പീഡാസഹനം. ഹല്ലേലൂയ. ആ വചനം ശ്രദ്ധിച്ചു കേട്ടെ. തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. തന്റെ നീതിമാനായ എന്റെ ദാസൻ, യേശുവാകുന്ന പിതാവിന്റെ ദാസൻ. നിങ്ങൾ പ്രിയമുള്ളവരെ ഈ വചനം ശ്രദ്ധിച്ചു കേട്ടെ. നീതിമാനായ എന്റെ ദാസൻ. ഒരു ദാസനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ആഗ്രഹമാണ്. ഒരു ദാസനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു ഹിതമാണ്, ആഗ്രഹമാണ്, അടിസ്ഥാനപരമായിട്ടുള്ള പിതാവ് ദൈവത്തിന്റെ ഇഷ്ടമാണ്. എന്റെ കണ്ടോ? ദൈവം തെരഞ്ഞെടുത്തവൻ എന്നും ദൈവത്തിന്റെയാണ്. അവന് ഭാര്യ ഉണ്ടാകാം, മക്കളുണ്ടാകാം, ബന്ധങ്ങളുണ്ടാകാം, പക്ഷെ ആത്യന്തികമായി അവൻ ദൈവത്തിന്റെയാണ്. എന്റെ എന്ന് പറയാൻ ദൈവപിതാവിന് ഇഷ്ടമാണ്. നമ്മളെല്ലാം നോക്കി എന്റെ ഡയാന, എന്റെ പ്രിയപ്പെട്ട ജസൻ, എന്റെ പ്രിയപ്പെട്ട എനിക്ക് എല്ലാവരും കാണത്തില്ല. ആരൊക്കെയാണ് ദൈവത്തിന് പറയാനുള്ള എന്റെ എന്ന്? എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൽ എന്നെ ആർക്കും പരിചയമില്ലാത്തൊരു കാലത്ത്, എന്റെ രാത്രിയുടെ വേളകളിൽ, ഇരുട്ടിന്റെ സമയം, നല്ല കൂരാക്കൂര് ഇരുട്ട് സമയത്ത് കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഞാൻ പുറത്തിറങ്ങും. ആരും അറിയില്ല, ഭൂമിയിൽ ആരും അറിയില്ല, അറിഞ്ഞിട്ടുമില്ല, ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. ഈ സമയത്ത് കർത്താവിനോട് പറയും, നീ എന്റേതാണ്, നിന്നെ ഞാൻ എന്റെ യഥാർത്ഥ ഇങ്ങനെ എന്നോട് പറഞ്ഞ്, നിന്നെ ഞാൻ എന്റെ പ്രവാചക ശുശ്രൂഷ ഏൽപ്പിക്കുന്ന പറഞ്ഞു. നിന്നെ ഞാൻ ലോകത്തിന്റെ അതിരുകളോളം കൊണ്ടുപോകും. അവിടെയെല്ലാം നീ എന്റെ ഒറിജിനൽ ആയിരിക്കണം. ഞാൻ ഇപ്പോഴും ആ പദം എന്റെ ചെവിയിൽ ഞാൻ കേട്ടത് എന്റെ ഏതോ ഒരു പഴയ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 1907 അങ്ങനെ ആ കാലത്ത് എപ്പോഴുമാണ് കാട്ടിൽ വെച്ചൊരു രാത്രിയുടെ യാമത്തിൽ ഞാൻ കേട്ട മുഴക്കമാണ്, നീ എന്റെ ഒറിജിനൽ ആയിരിക്കണം. അന്ന് മുതൽ ഇന്ന് വരെ ഏതൊക്കെ ധ്യാനമന്ദിരത്തിൽ ദൈവം എന്നെ കൊണ്ടുപോയി നിർത്തിയാലും ഒറിജിനൽ ആകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഞാൻ പതുക്കെ എസ്കേപ്പ് ആവും. ആരോടൊന്നും പരാതിയില്ലാതെ, ഒന്നും പറയാതെ, നല്ല സന്തോഷത്തോടെ ഹല്ലേലൂയ പാടി ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഞാൻ ഈ സർവീസിൽ എനിക്ക് ഒറിജിനൽ ആകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സർവീസിൽ ഞാൻ എസ്കേപ്പ് ആവും. പ്രിയമുള്ളവരെ, ഇതിനെനിക്കൊരു ന്യായവിധിയുണ്ട്. എന്റെ ഈ ശുശ്രൂഷ ജീവിതത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. ഞാനിന്ന് ജാമ് കൂട്ടി ബ്രെഡ് കഴിക്കുമ്പോ എന്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഒന്നും വേസ്റ്റ് ആക്കരുത്, ഇതിനു പോലും ന്യായവിധി ഉണ്ടാകും. കാരണം ഞാൻ സുവിശേഷം കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് സാമ്പത്തിക ഞെരുക്കമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, കടയിൽ കടം മേടിച്ച 3000 കൊടുക്കാനുണ്ടെങ്കിലും നമ്മൾ കർത്താവിനെ പാടി സ്തുതിക്കും. കാരണം നമ്മൾ എന്റേതെന്ന് വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഓരോ വാക്കും, ഓരോ ഏരിയകളും വളരെ കെയർഫുൾ ആയിരിക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, മറന്നുപോകല്ലേ. ഇതാ കർത്താവ് പറയാണ്, എന്റെ ദാസൻ. കർത്താവ് ആ പദം പറയുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞൊരു പദമാണ് നീതിമാനായ എന്റെ ദാസൻ.
ഒരു ദൈവദാസനെ സംബന്ധിച്ചും ഒരു ദൈവ ശുശ്രൂഷനെ സംബന്ധിച്ചും എല്ലാത്തിലും അവൻ നീതിയുള്ളവനായിരിക്കണം. വാക്കിൽ നീതിയുള്ളവനായിരിക്കണം, പ്രവൃത്തിയിൽ നീതിയുള്ളവനായിരിക്കണം. നമ്മുടെ വിഷയത്തിൽ മാത്രമല്ല നീതി, നമ്മുടെ മുൻപിൽ ഒരാൾക്ക് നീതി വെളിപ്പെടുന്നില്ലെങ്കിൽ അവന് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ഞാൻ എത്രയോ ജീവിതാനുഭവങ്ങളിൽ, എത്രയോ സന്ദർഭങ്ങളിൽ ഒരുപാട് നീതിക്ക് വേണ്ടി ഞാൻ ശബ്ദമുയർത്തി തള്ളപ്പെട്ടു പോയിട്ടുണ്ടൊക്കെ. എനിക്ക് നഷ്ടങ്ങളൊക്കെ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സാരമില്ല, ഗണ്യമാക്കിയിട്ടില്ല, ഇന്ന് വരെ ഗണ്യമാക്കിയിട്ടില്ല, ഇനിയും ഗണ്യമാക്കില്ല. ഹല്ലേലൂയ. കാര്യം കർത്താവിന്റെ പിതാവാം ദൈവത്തിന്റെ ആഗ്രഹമാണ് എന്റെ ഇത് എന്ന് പറയുന്നവനിൽ ചുളിവുണ്ടാകരുത്, ചുളുക്കമുണ്ടാകരുത്, കോട്ടമുണ്ടാകരുത്. ദൈവത്തിന് നിർബന്ധമാണ്. ഒരു ധ്യാനഗുരു, ധ്യാനഗുരു ആയിക്കോട്ടെ, കർത്താവിന് പറയാനുള്ള ഒറ്റ കാര്യം, നീ നീതിമാനായിരിക്കണം, നീതികേട് കാണിക്കരുത്. ഇതില് ധ്യാനഗുരു ഒക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം കർത്താവിന് പറയാനുള്ളത് ഇതാണ്, ധ്യാനഗുരു ആയിരിക്കാം, സുവിശേഷകനായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ ഒരു പ്രവാചക നിലയിൽ ഉയർത്തിയ വ്യക്തിയായിരിക്കാം, പക്ഷെ നീതികേട് കാണിക്കരുത്. അനീതി ദൈവസന്നിധിയിൽ യോഗ്യത, നമ്മുടെ യോഗ്യത നോക്കുമ്പോൾ അനീതി കർത്താവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ്. കർത്താവ് എപ്പോഴും നമ്മുടെ യോഗ്യത നോക്കും. എന്താണ് നമ്മുടെ യോഗ്യത? ദൈവം വിളിച്ചതാണ് നമ്മുടെ യോഗ്യത. എന്താണ് നമ്മുടെ യോഗ്യത? ദൈവം വിളിച്ചതാണ്. ദൈവം വിളിച്ചതിനെ തുടർന്നാണ് നമ്മളെ ശക്തീകരിച്ച് പരിശുദ്ധാത്മാവിനെ നൽകി കൃപാവരങ്ങൾ നൽകുകയും തിരുവചനങ്ങൾ നൽകുകയും ജ്ഞാനം നൽകുകയും വചനം നൽകുകയും വചന വ്യാഖ്യാനം നൽകുകയും വചന വെളിപ്പാട് നൽകുകയും വചന പ്രവചനം നൽകുകയൊക്കെ ചെയ്യുന്നത് ഈ വിളിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിച്ചു. ആ ബോധ്യത്തിൽ ദൈവം വിളിച്ച എല്ലാവരും നീതിബോധമുള്ളവരായിരിക്കണം. സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അല്പം പണത്തിന് വേണ്ടി, അല്പം നന്മയ്ക്ക് വേണ്ടി, അല്പം പൊങ്ങച്ചത്തിന് വേണ്ടി, അല്പം സ്ഥാനമാനത്തിന് വേണ്ടി, ആരുടെയൊക്കെ കൈയിട് കിട്ടാൻ വേണ്ടി, നോ 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 നോ. നിങ്ങൾ എത്ര ഉയരത്തിൽ നിന്ന് താഴോട്ട് ദൈവത്തെ പ്രതി താഴെ ഇറങ്ങിയാലും അതിനേക്കാൾ ഉയരത്തിൽ ദൈവം ഉയർത്തും. ദിസ് മൈ എക്സ്പീരിയൻസ്. ഇതെന്റെ അനേക അനുഭവങ്ങളാണ്, ഒരനുഭവം അല്ല. എനിക്ക് എവിടെയെല്ലാം താഴോട്ട് ഇറങ്ങേണ്ട വന്നോ, അടുത്ത നാൾ മുതൽ ദൈവനെ ഉയരങ്ങളിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് വരെ അത് സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് കേട്ടെ, നീതിമാനായ എന്റെ ദാസൻ തന്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. ആ വചനം ഇട്ടേ ബ്രദറെ, ബ്രദർ. നീതിമാനായ എന്റെ ദാസൻ, ഈ വചനം മാറ്റല്ലേ, നീതിമാനായ എന്റെ ദാസൻ തന്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചു നോക്കിയേ. നീതിമാനായ ഒരു ദൈവ മനുഷ്യന്റെ മേൽ തന്റെ ജ്ഞാനത്താൽ, ആരുടെ ജ്ഞാനത്താൽ? തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ ജ്ഞാനത്താൽ. എന്റെയോ നിങ്ങളുടെ ജ്ഞാനത്താലല്ല, തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജ്ഞാനം തന്റെ ദാസന്റെ മേൽ ദൈവം പകരുന്ന ഒരു വീഞ്ഞിന്റെ പാത്രം നമ്മുടെ അതരങ്ങളിലേക്ക് നമ്മുടെ അന്തരംഗത്തിലേക്ക് ഒഴിച്ചു തരുന്ന ഒരു വീഞ്ഞിന്റെ ഒരു പാത്രമുണ്ട്. ആ വീഞ്ഞിന്റെ പാത്രം കർത്താവ് നമുക്ക് ഒഴിച്ചു തരാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ വചനപ്രഘോഷകരല്ല, ജ്ഞാനത്തിന്റെ പ്രഘോഷകരായി മാറും. വചനത്തിൽ ജ്ഞാനം തുറക്കപ്പെടും. വചനത്തിൽ ജ്ഞാനം തുറക്കപ്പെടാതെ വേർഡ് ഓഫ് ഗോഡ് മാത്രം പറഞ്ഞ് പോകുന്ന ഒരു കാലം നമുക്കൊക്കെ ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നീതിമാനായ തന്റെ ദാസനായി ആരാകാൻ തുടങ്ങുന്നു, അപ്പോൾ മുതൽ മാത്രമേ ദൈവിക ജ്ഞാനത്തിന്റെ കലവറയ്ക്കകത്ത് ചിലത് ഊറ്റി തരികയുള്ളൂ ദൈവം. എന്തിനാ തരുന്നതെന്നറിയാവോ? നീതിമാനായ എന്റെ ദാസൻ തന്റെ ജ്ഞാനത്താൽ, ദൈവത്തിന്റെ ജ്ഞാനത്താൽ ആ ദാസൻ അനേകരെ, തനിക്ക് വേണ്ടിയല്ല, താൻ വലിയ ധ്യാനഗുരു, താൻ വലിയ സംഭവം, താൻ വലിയ ഭയങ്കര പ്രവാചകൻ, താൻ വലിയ ഭയങ്കര കൃപാവരമുള്ളവൻ, അങ്ങനെ താൻ വലിയൊരു സംഭവമാകാനല്ല
ഈ നീതിമാനായ ദൈവം എളിയ ദാസനായ നീതിമാനെ ജ്ഞാനത്തിന്റെ തികവുള്ളവനാക്കുന്ന എന്തിനാണ്? അല്ലെങ്കിൽ ദൈവത്തിന്റെ സമ്പത്ത് അവന്റെ മേൽ ദൈവം നിക്ഷേപിക്കുന്ന എന്തിനാണ്? അവന് വേണ്ടിയല്ല, അവൻ അനേകരെ വളർത്തിയെടുക്കുവാൻ, ഉയർത്തിയെടുക്കുവാൻ, ദൈവത്തിനായി കണ്ടെത്തുവാൻ, ദൈവത്തിനായി ശേഖരിക്കുവാൻ, ദൈവിക മാർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ, ദൈവത്തിന്റെ പക്ഷത്തെത്തിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ വ്യക്താക്കളായി അവർ ദൈവത്താൽ നിയോഗിക്കപ്പെടാൻ തന്റെ ദാസൻ അവർക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കും. ലോകത്തിന് നേട്ടമോ, ലോകത്തിന് സന്തോഷമോ, മനുഷ്യന്റെ അംഗീകാരമോ പ്രീതിയോ ഇല്ലാതെ അവൻ ദാസന്റെ രൂപം ധരിച്ച് ദാസൻ തന്നെയായി ഭൂമിയിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് മാറ്റപ്പെടും. ഹല്ലേലൂയ. അടുത്ത് കേട്ടോണം. അവൻ ആര്? ദാസൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. ഒരു ദൈവ മനുഷ്യൻ ബലഹീനതയെ ചുമക്കാൻ, കണ്ടോ? ഒരു ദൈവ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കുറവുള്ളവനെ ചേർത്ത് പിടിക്കുക, അവനെ നിറവുള്ളവനാക്കുക. ഒരു ധ്യാനമന്ദിരത്തിൽ ഒരു ശുശ്രൂഷകൻ കുറവ് കാണിച്ചാൽ അവനെ പുറത്തു വിടരുത്, അവനെ ചേർത്ത് അവന്റെ ബലഹീനതയിൽ നിന്ന് പറഞ്ഞ് ക്രമപ്പെടുത്തി ഒരുക്കി വളർത്തിയെടുക്കണം. തള്ളിക്കളയാൻ ആർക്കും എളുപ്പമല്ലേ? തള്ളിക്കളയാൻ ആർക്കും എളുപ്പമാണ്. തള്ളിക്കളയാൻ ആർക്കും എളുപ്പം. ഹല്ലേലൂയ. വളർത്തണം. തിരുത്തല് കൊടുക്കേണ്ടവന് തിരുത്തി വളർത്തണം. ക്ഷമയോടെ കാത്തിരിക്കണം, ക്ഷമയോടെ സഹിക്കണം, അവനെ വഹിക്കണം. അടുത്ത ലാസ്റ്റ് വചനം കേട്ടോ, അവനെ വഹിക്കണം, ചുമക്കണം. ഹല്ലേലൂയ. ഒരു കർത്താവിന്റെ ദാസനെ സംബന്ധിച്ച് കർത്താവ് എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നീ മറ്റുള്ളവരെ ചുമക്കുന്നവനാകണം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ ഇത്രയും കാലം ഈ 50 ദിവസത്തിനടുത്ത് നമ്മൾ നിർവഹിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാനും നിങ്ങളെ ചുമക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങളും തിരക്കുകളും പലതും മാറ്റിവെച്ചാണ് ഈ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളെ വഹിച്ചത്. ഹല്ലേലൂയ. ആരുടെ സ്ഥാനമാനത്തിനോ പേരിനോ പ്രശസ്തിക്കോ അല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ അധികാരം കിടക്കുന്നത് കൊണ്ടാ ഈ വചനം വായിൽ ചലിച്ച് ജ്ഞാനമായി അധികാര ശുശ്രൂഷകളായി വെളിപ്പെട്ടു വരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേട്ടെ. അടുത്ത വചനം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. ഈശോയെക്കുറിച്ച് തന്നെയാണിത് പറയുന്നത്. ഈശോയും ഇതുപോലെ തന്നെ നീതിമാനായി അനേകരുടെ പാപങ്ങളെ പ്രതി അവൻ അവരുടെ തിന്മകളെ വഹിച്ചു. അത് കണ്ടു തന്നെയാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ നീക്കുന്നതെന്നും ചുമക്കുന്നതെന്നും ഒക്കെ പറയുന്നു. മൂലഭാഷ ബൈബിളിൽ ഈ സ്നാപക യോഹന്നാൻ പറഞ്ഞത് ലോകത്തിന്റെ പാപങ്ങൾ കറയോ ചുളുവോ ഇല്ലാതെ ചുമക്കുന്നവൻ എന്നൊക്കെയാണ് ആ ഈശോയെക്കുറിച്ച്, യാഗത്തെക്കുറിച്ച് സ്നാപക യോഹന്നാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞ വാക്കുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും, ശക്തരോടുകൂടെ അവൻ കൊള്ളമുതൽ പങ്കിടും. എന്നാൽ അവൻ തന്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം പേറി ഇനിയുള്ളതാണ് ഈശോ തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. ഇതുവരെ നിങ്ങൾ കേട്ട നിങ്ങൾ പല പ്രാവശ്യം വായിക്കണം. യെശയ്യാ 53:1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ വായിക്കണം. ഒരുപാട്. അതിന്റെ ഈ 11-ാം തിരുവചനത്തിന്റെ അവസാന വാക്ക് വരെയും ഈശോ ആ കാൽവരി കുരിശിൽ അനുഭവിച്ച യാഗങ്ങൾ, ശ്രേഷ്ഠതകൾ, പീഡകൾ ഒക്കെയാണ്. എന്നാൽ അതിന്റെ അവസാനത്തെ ഒരു ചെറിയൊരു സെനൻസ്, ആ സെനൻസ് ആണ് ഇന്നും ഈശോ തുടർന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. അതിതാണ്, അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. ഇന്നും ഈശോ പാപികൾക്കും
പാപം ചെയ്യുന്നവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് ഈശോ ഇരിക്കുകയാണ്. നമ്മൾ എത്തുന്നത് വരെയും നമ്മളെയും കാത്തിരിക്കുകയാണ് ഈശോ. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈശോ ലോകത്തിന്റെ മുൻപിൽ പിതാവിന്റെ മുൻപിൽ ബലിയർപ്പിച്ചുകൊണ്ട് മാധ്യസ്ഥം വഹിച്ചു. എന്റെ കാൽവരി കുരിശിന്റെ യോഗ്യതയാൽ ഈ ജോയിയുടെ പാപങ്ങൾ നീക്കണമേ. 1995 ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചെങ്കിലും 1995 കർത്താവിനെ രുചിക്കുവാൻ എനിക്കൊരു ഭാഗ്യം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലൂടെ എനിക്കുണ്ടായി. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്കൊക്കെ ആ ഭാഗ്യമുണ്ടായി. നമ്മൾ വഴി അനേകർക്ക് ആ ഭാഗ്യം ഉണ്ടാകാൻ ഈശോ ആഗ്രഹിക്കുന്നു. തെരുവുകളിലേക്ക്, വീടാന്തരങ്ങളിലേക്ക്, സഭാ വ്യത്യാസമില്ലാതെ ദൈവം നിങ്ങളെ നയിക്കുന്ന ഇടങ്ങളിലേക്ക്, രാജ്യങ്ങളും ഭാഷകളും പട്ടണങ്ങളും വ്യത്യാസമില്ലാതെ ദൈവം നിങ്ങളെ നയിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം പറയുവിൻ. മത്തായി 7:13 നിങ്ങൾ അവിടെ പഠിപ്പിക്കേണ്ടത്. ഈ യേശുവിനെ, നിങ്ങൾ രുചിച്ച യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. വെറുതെ എന്ന് പറഞ്ഞാൽ മതി. ആ നാമം ഒരു 10 പ്രാവശ്യം അവരെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. വെറുതെ അവരോട് യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. ആ നാമം 2-3 പേർ എന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ തിരുവചനത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് അവന്റെ വീടിനുള്ളിനെ നവീകരിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ ആത്മാവോടെ പരിവർത്തനം കൊണ്ടുവരും. നമ്മൾ കൂടുതലൊന്നും ചെയ്യണ്ട. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സംഘപരിവാരുകാരോ BJPക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മത തീവ്രവാദികളോ മുസ്ലിം തീവ്രവാദികളോ ഏതെങ്കിലും തീവ്രവാദികൾ നമ്മുടെ നേരെ തോക്ക് ചൂണ്ടി പേടിപ്പിക്കുകയോ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്ത് നമ്മൾ ഓടേണ്ടതൊക്കെ ആയി വരാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഓടേണ്ടതായി വരാം. പക്ഷേ ആ ഓടുന്ന കൂട്ടത്തിൽ അവരോട് പറയണം, യേശുവിനെ കുറിച്ച് ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, യേശു രണ്ടാമത് വരുന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ്, സോറി, ഞങ്ങൾ ഇനി ഇവിടെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞ് വേഗം പൊടി തട്ടി കാലില് പൊടിയും തട്ടി ഓടിപ്പൊക്കോണം. മസിൽ ഓടിക്കാൻ പോകണ്ട. പോകുന്ന കൂട്ടത്തിൽ യേശുവിനെ സമയം കിട്ടിയ നിങ്ങളും അറിയണം കേട്ടോ എന്നൊന്ന് പറഞ്ഞേക്കണം തോക്കുകൊണ്ട് പിടിച്ചിരിക്കുന്നവരോട്. സമയത്തിന്റെ പൂർണ്ണതയിൽ നിങ്ങൾ ഉരുവിട്ട ആ നാമം, യേശു എന്ന നാമം, തോക്ക് പിടിച്ചവനെ സ്വപ്നത്തിൽ മോനെ ഞാനാണ് യേശു എന്ന് പറയാൻ ഇന്നും യേശുവിന് കഴിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ വിതച്ചതിന്റെ ബാക്കി കർത്താവ് ചെയ്യും. നമ്മൾ പോയി വിതച്ചാൽ മതി. അതിനെ നടാനും വളർത്താനും വളമിറക്കാനും കർത്താവ് സമയാസമയങ്ങളിൽ ദൂതഗണങ്ങളെ സജ്ജമാക്കുകയോ മറ്റു ശുശ്രൂഷകരെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ താൻ തന്നെ ഡയറക്റ്റായി അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ പേരാണ് നമ്മുടെ കർത്താവായ യേശു. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്.